ചോദ്യം നമ്പർ 61 ശ്രീ പി നന്ദകുമാർ, ബഹുമാനപ്പെട്ട സാംസ്കാരിക മത്സ്യബന്ധനം യുവജനം കാര്യ വകുപ്പ് മന്ത്രി. സാർ, ഉണ്ട്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ കുടുംബ ഭദ്രത ഉറപ്പുവരുന്നതിന് വേണ്ടി ഫിഷറീസ് വകുപ്പ് കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വഴി നടപ്പാക്കി വരുന്ന പദ്ധതിയാണിത്. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ള എല്ലാ മത്സ്യത്തൊഴിലാളികളെയും ഈ പദ്ധതി പ്രകാരം ഇൻഷുർ ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസ് പ്രീമിയം പൂർണ്ണമായും സർക്കാർ വഹിക്കുന്നു. ഇൻഷുറൻസ് പ്രീമിയമായി പ്രത്യേക തുകയൊന്നും ഗുണഭോക്താക്കൾ ഈടാക്കുന്നില്ല എന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ള എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും ആശ്രിതർക്കും ഇൻഷുറൻസ് തുക ലഭ്യമാകുന്നതുകൊണ്ട് കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനും ഈ പദ്ധതി നടപ്പാക്കുന്നതിലൂടെ കഴിയുന്നു. മേൽ പദ്ധതി പ്രകാരം അപകട മരണത്തിന് 10 ലക്ഷം രൂപയും മത്സ്യബന്ധന വേളയിൽ അപകടം മൂലം കാണാതായാൽ 10 ലക്ഷം രൂപയും സ്ഥിരവും പൂർണ്ണവുമായ അവശതയ്ക്ക് 10 ലക്ഷം രൂപയും സ്ഥിരവും ഭാഗികവുമായ അവശതയ്ക്ക് 5 ലക്ഷം രൂപയും അപകട മരണമടഞ്ഞ മത്സ്യത്തൊഴിലാളിയുടെ 2 കുട്ടികൾക്ക് ഒരാൾക്ക് 5000 രൂപ വീതം പരമാവധി 10000 രൂപ വിദ്യാഭ്യാസ ധനസഹായവും അപകടം മൂലം 24 മണിക്കൂറിലധികം ആശുപത്രി ചികിത്സ വേണ്ടി വരുന്നവർക്ക് പരമാവധി 25000 രൂപയും ശവസംസ്കാര ചെലവിന് 2500 രൂപയും ധനസഹായം നൽകുന്നു. കൂടാതെ മത്സ്യത്തൊഴിലാളികൾക്കായി വ്യക്തിഗത ഗ്രൂപ്പ് അപകട ഇൻഷുറൻസ് പദ്ധതിയും മത്സ്യഫെഡ് മുഖേന നടപ്പാക്കി വരുന്നു. 2024-25 വർഷത്തിൽ മത്സ്യത്തൊഴിലാളി വ്യക്തിഗത ഗ്രൂപ്പ് അപകട ഇൻഷുറൻസ് പദ്ധതി പ്രകാരം 509 രൂപ പ്രീമിയം തുക അടച്ച് ഈ പദ്ധതിയിൽ അംഗങ്ങളാകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. അപകട മരണത്തിനും അപകടം മൂലം സ്ഥിരമായ പൂർണ്ണ അംഗവൈകല്യത്തിനും 10 ലക്ഷം രൂപയുടെ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് നടപ്പാക്കി വരുന്നത്. കൂടാതെ ഈ പദ്ധതിയിൽ മരണാനന്തര ചടങ്ങുകൾക്കായി 5000 രൂപയും മരിച്ച മത്സ്യത്തൊഴിലാളിയുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായമായി പരമാവധി 1 ലക്ഷം രൂപയും വ്യവസ്ഥകൾക്ക് വിധേയമായി നൽകുന്നതാണ്. അംഗവൈകല്യം സംഭവിക്കുന്നവർക്ക് അംഗവൈകല്യത്തിൽ തോതനുസരിച്ച് പരമാവധി 10 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. 2024-25 വർഷത്തെ ഗ്രൂപ്പ് ആക്സിഡന്റ് ഇൻഷുറൻസ് പദ്ധതി പ്രകാരം 18-12-2024 മുതൽ ഒരു വർഷത്തേക്ക് 2,26,093 മത്സ്യത്തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കൂടാതെ മത്സ്യഫെഡ് നടപ്പാക്കുന്ന 2024-25 ഇൻഷുറൻസ് പദ്ധതിയിൽ 99,760 മത്സ്യത്തൊഴിലാളികൾ അംഗങ്ങളായിട്ടുണ്ട്. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ മത്സ്യത്തൊഴിലാളി പട്ടികയിലും അനുബന്ധ തൊഴിലാളി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള മസ്റ്ററിംഗ് നടത്താതെ ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി പ്രകാരം പോളിസി ഒടുക്കി വരുന്നുണ്ട്. മത്സ്യഫെഡിൻ്റെ കീഴിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള പ്രാഥമിക മത്സ്യത്തൊഴിലാളി സംഘങ്ങളിലെ അംഗങ്ങളെയാണ് മത്സ്യത്തൊഴിലാളി വ്യക്തിഗത ഗ്രൂപ്പ് അപകട ഇൻഷുറൻസ് പദ്ധതിയിൽ മത്സ്യഫെഡ് മുഖേന ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശ്രീ പി നന്ദകുമാർ. സർ, മത്സ്യത്തൊഴിലാളി മേഖലയ്ക്കകത്ത് സർക്കാരിൻ്റെ ഇടപെടലിനെ അഭിനന്ദിക്കുകയാണ്. മത്സ്യത്തൊഴിലാളി ഗ്രൂപ്പ് ഇൻഷുറൻസ് ക്ലെയിം ലഭിക്കണമെങ്കിൽ അപകടത്തിൽപ്പെട്ട തൊഴിലാളികളുടെ ബോഡി ലഭ്യമാകണം. പലപ്പോഴും മരണപ്പെട്ട ആളുടെ ബോഡി ലഭ്യമാകാറില്ല. ആവശ്യമായ രേഖകൾ ഉണ്ടെങ്കിലും ബോഡി ലഭ്യമാകാത്തതിന് അതുകൊണ്ട് ആനുകൂല്യം ലഭിക്കുന്നില്ല. ഇവർക്ക് കൂടി ആനുകൂല്യം ലഭ്യമാക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുമോ? സാർ, നമ്മുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം നന്നായി ഇടപെട്ടിട്ടുണ്ട്. ഇതൊരു കേന്ദ്ര നിയമത്തിൻ്റെ ഭാഗമായി 7 വർഷം കഴിയാതെ നമുക്ക് ആനുകൂല്യം കൊടുക്കാൻ ഇൻഷുറൻസ് കമ്പനി തയ്യാറാകുന്നില്ല. നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തുകയും പക്ഷേ ഇത് അനുവദിക്കാൻ കഴിയില്ല, നിയമം ഭേദഗതി ചെയ്യാൻ കഴിയില്ല എന്ന വിവരം കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ സംസ്ഥാനത്തെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ കഴിയുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. മത്സ്യത്തൊഴിലാളിക്ക് നടപ്പിലാക്കുന്ന അതേ മാതൃകയിൽ അനുബന്ധ തൊഴിലാളികൾക്കും ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നിലവിൽ മത്സ്യത്തൊഴിലാളി ബോർഡ് വഴി നടപ്പാക്കുന്നുണ്ടോ? സാർ, അനുബന്ധ തൊഴിലാളികൾക്കും അപകടത്തിൽ മരണപ്പെട്ടാൽ 10 ലക്ഷം രൂപ ധനസഹായം ലഭിക്കും വിധം പദ്ധതി നടപ്പാക്കുന്നുണ്ട്. ഇതിൻ്റെ തുക മുഴുവൻ സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. 77,431 എണ്ണം അനുബന്ധ തൊഴിലാളികൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. ശ്രീ എം നൌഷാദ്. സർ, പീലിംഗ് ഷെഡിൽ പണിയെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യത്തൊഴിലാളി ഗ്രൂപ്പ് അപകട ഇൻഷുറൻസിൽ നിന്നുള്ള ആനുകൂല്യം ലഭ്യമാകുമോ? അതോടൊപ്പം ഇവർക്ക് പ്രത്യേക ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സാർ, വളരെ പ്രസക്തമായ ചോദ്യമാണ്. അനുബന്ധ തൊഴിലാളി വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പീലിംഗ് തൊഴിലാളികൾക്ക് അപകട മരണത്തിനും സ്ഥിരവും പൂർണ്ണമായ അവശതയ്ക്കും 10 ലക്ഷം രൂപയും ഭാഗികമായ അവശതയ്ക്ക് 5 ലക്ഷം രൂപയും ലഭിക്കുമാറ് പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട്. സാർ, ഇവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സമയം നിന്ന് ജോലി ചെയ്യുന്നവരായതുകൊണ്ട് മതിയായ സൗകര്യങ്ങളില്ലാത്ത സാഹചര്യത്തിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്കുണ്ട്. സാർ, അത് മനസ്സിലാക്കിക്കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഒരു ആരോഗ്യ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് കൂടി ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യം സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ എം വിജിൽ. സർ, 2021, 2022, 2023 വർഷങ്ങൾ നടപ്പിലാക്കിയ ഗ്രൂപ്പ് ഇൻഷുറൻസ് വഴി എത്ര മത്സ്യത്തൊഴിലാളികളുടെ ആശ്രിതർക്കാണ് ഇൻഷുറൻസ് ലഭിച്ചത്? എത്ര തുകയാണ് സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്കായി നൽകിയത്? സർ, 2021-22 മത്സ്യത്തൊഴിലാളികളുടെ
മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് 107 പേർക്കും 22-23 97 പേർക്കും അനുവദിച്ച തുക 21-22 10.76 കോടിയും 22-23 9.71 കോടിയും കൊടുത്തിട്ടുണ്ട്. ശ്രീമതി OS അംബിക. സർ, എത്ര മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഈ ഇൻഷുറൻസ് തുക ചിലവഴിച്ചത് തുടങ്ങിയ വിവരങ്ങൾ വിശദീകരിക്കാമോ? സാർ, 21-22 വർഷം 2,40,867 മത്സ്യത്തൊഴിലാളിക്കായി 10.24 കോടി രൂപയും 22-23 വർഷം 2,40,974 മത്സ്യത്തൊഴിലാളിക്കായി 13.66 കോടി രൂപയും 23-24 വർഷം 2,36,992 മത്സ്യത്തൊഴിലാളിക്കായി 11.99 കോടി രൂപയും ചെലവഴിച്ചിട്ടുണ്ട്. ശ്രീമതി KK രമ. സർ, നിലവിലുള്ള ഇൻഷുറൻസ് പദ്ധതി എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും ഒരുപോലെ ലഭ്യമാവുന്നില്ല. പല നിബന്ധനകൾ അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കടലിൽ വെച്ച് അറ്റാക്കോ മറ്റ് സ്ട്രോക്കോ ഉണ്ടായിട്ട് മരണപ്പെടുന്ന ആളുകൾക്കാണെങ്കിൽ ഈ ഇൻഷുറൻസ് ലഭിക്കില്ല. ഡോക്ടർ അറ്റാക്കാണെന്ന് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭ്യമാകുന്നില്ല. നമുക്കറിയാം, കരയിൽ വെച്ചിട്ടാണ് ഇതുപോലെ അറ്റാക്ക് ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിക്കും. പക്ഷേ കടലിൽ വെച്ച് മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികൾ കടലിൽ വെച്ച് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, അറ്റാക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പോലും സാധ്യമാകുന്നില്ല. അപ്പോൾ ഇത്തരം തൊഴിലാളികൾക്ക് കടലിൽ വെച്ചുണ്ടാകുന്ന എല്ലാത്തരം മരണങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്നതാണ് ചോദ്യം. ഇൻഷുറൻസ് കമ്പനി അതിന് തയ്യാറല്ല. നമ്മൾ ഈ ഗവൺമെന്റ് വന്ന ശേഷം പല ഘട്ടങ്ങളിലായി അവരുമായിട്ട് ചർച്ച ചെയ്തു. ഹാർട്ട് അറ്റാക്ക് അടക്കമുള്ള ചില അപകടങ്ങൾ മൂലം മരണപ്പെട്ടാൽ അവർ പൈസ കൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് പ്രത്യേകമായ സഹായം ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നു. അങ്ങനെയുള്ള മരണങ്ങൾക്ക് പ്രത്യേക ധനസഹായമായി 5 ലക്ഷം രൂപ മുഖ്യമന്ത്രി മുൻകൈ എടുത്ത് ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. ശ്രീമതി കാനത്തിൽ ജമീല. സർ, ചോദ്യം ഇത് തന്നെയാണ് സർ. മത്സ്യത്തൊഴിലാളി മത്സ്യബന്ധനത്തിനിടെ സംഭവിക്കുന്ന സ്വാഭാവിക മരണത്തിന് ഇൻഷുറൻസ് ബാധകമാണോ എന്നുള്ളതാണ് സർ. അതേപോലെ തന്നെ മത്സ്യത്തൊഴിലാളി ഗ്രൂപ്പ് ഇൻഷുറൻസിൽ അടക്കേണ്ട പ്രീമിയം നിശ്ചയിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് സർ ചോദ്യം. സർ, കേരളത്തിലാണ് ഇന്ത്യക്ക് മാതൃകയായ 2 പദ്ധതികൾ. ഒന്ന്, ക്ഷേമനിധി ബോർഡ് വഴി ഒരു പൈസ മത്സ്യത്തൊഴിലാളി മുടക്കേണ്ട മുഴുവൻ ഇൻഷുറൻസ് തുകയും പ്രീമിയം സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കും. മത്സ്യഫെഡ് വഴി 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കൊടുക്കുന്നത് 509 രൂപയാണ് ഈ കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ വർഷത്തിലെ പ്രീമിയം മത്സ്യഫെഡ് വഴി വഹിക്കുന്നത്. അപ്പോൾ 20 ലക്ഷം രൂപ കൃത്യമായി ഇതിൽ അംഗമാകുന്നവർ കിട്ടും, യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഈ പറഞ്ഞ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഹാർട്ട് അറ്റാക്ക് അടക്കമുള്ള ചില പ്രയാസങ്ങളുടെ ഭാഗമായി മരണപ്പെട്ടാൽ അതിന് ഇൻഷുറൻസ് കമ്പനി പണം തരാതെ പോകുന്നു. അത്തരം ഘട്ടങ്ങളിൽ സർക്കാരിൻ്റെ പ്രത്യേകമായ ധനസഹായമാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീ അബ്ദുൽ ഹമീദ് മാസ്റ്റർ. സർ, ഈ മത്സ്യഫെഡ് മുഖേന മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന പലിശരഹിത വായ്പ അത് അടവ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ പലിശയും പലിശയൊക്കെ ഈടാക്കുന്ന പ്രവണത അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. സർ, തീരദേശ മേഖലയിലെ സ്ഥിതി ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വറുതിയും പട്ടിണിയുമാണ് തീരദേശ മേഖലയിൽ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള ഇത്തരം പലിശരഹിത വായ്പ എന്ന് പറഞ്ഞ് നമ്മൾ നൽകുന്ന ഈ വായ്പ, മത്സ്യഫെഡ് നൽകുന്ന വായ്പ, അതിൻ്റെ തിരിച്ചടവ് തെറ്റിയാൽ അത് പരമാവധി ലഘൂകരിച്ച് ആ വായ്പ തിരിച്ചടക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇതിനകത്ത് തന്നെ ഒരു പരാമർശമുണ്ട്, വറുതി. അതൊരു വറുതിയില്ല. കേരളത്തിൻ്റെ തീരമേഖല വളരെ സേഫാണ്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളി അതീവ സന്തോഷവാന്മാരുമാണ്. ഈ ഗവൺമെൻറ് കാലത്ത് നല്ല സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട്. പറയട്ടെ, രണ്ടാമത്തെ കാര്യം അങ്ങ് ചോദിച്ചത് മത്സ്യഫെഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അതിൻ്റെ സഹകരണ സംഘങ്ങൾ വഴിയുള്ള സഹായങ്ങളാണ്. നിയമാനുസൃതമുള്ള സഹായങ്ങൾ കൃത്യമായി മത്സ്യത്തൊഴിലാളി കൊടുക്കുന്നുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും കുടിശ്ശിക വരുത്തിയ കേസ് അങ്ങ് പ്രത്യേകമായി ചൂണ്ടിക്കാണിച്ചാൽ അത് മത്സ്യഫെഡിനെ ശ്രദ്ധപ്പെടുത്തി നമുക്ക് പരിഹരിക്കാൻ കഴിയും. ശ്രീ CH കുഞ്ഞമ്പു. സർ, ഈ പുനർഗേഹം പദ്ധതിയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വീട് വെച്ച് കൊടുക്കാൻ ഭൂമിയില്ലാത്ത മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഭൂമി ഏറ്റെടുക്കുന്നതിന് നടപടി സ്വീകരിക്കുമോ? എൻ്റെ മണ്ഡലത്തിൽ ബേക്കലിൽ ഒരു ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രപ്പോസൽ സർക്കാരിൻ്റെ പരിഗണനയിലുണ്ടോ? സർ, പുനർഗേഹം പദ്ധതി അതീവ ഗംഭീരമായി കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ തീരുമാനിക്കപ്പെട്ട പദ്ധതിയുടെ ഭാഗമായി മിക്കവാറും എല്ലാവർക്കും തന്നെ ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ കഴിയുന്ന സ്ഥിതിയിലെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 1200ഓളം ഫ്ലാറ്റുകളുടെ നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലാണ്. അങ്ങ് പറഞ്ഞ അങ്ങയുടെ മണ്ഡലത്തിലെ വിഷയം ഞാൻ നേരിട്ട് പോയി കണ്ടൊരു കാര്യമാണ്. അവിടെ ലാൻഡിൻ്റെ ഒരു പ്രശ്നമാണ്. ആ ലാൻഡ് എടുത്തു തരാൻ വേണ്ടി ബന്ധപ്പെട്ട കളക്ടർക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശം കൊടുത്തിരുന്നു. പക്ഷേ ലാൻഡ് കിട്ടുന്നില്ല. കിട്ടുകയാണെങ്കിൽ ആ കാര്യത്തോട് നടപടി സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറാണെന്ന കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രീ TJ വിനോദ്. പരമ്പരാഗത മത്സ്യബന്ധന സമൂഹങ്ങളെ ബ്ലൂ എക്കോണമി പ്രതികൂലമായി ബാധിക്കുകയാണ്. ബ്ലൂ എക്കോണമിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള മലിനീകരണവും വിനോദസഞ്ചാരം, റിയൽ എസ്റ്റേറ്റ്, വ്യവസായ ആവശ്യങ്ങൾ എന്നിവയ്ക്കായി തീരപ്രദേശങ്ങളിലെ വികസനം മത്സ്യത്തൊഴിലാളി സമൂഹങ്ങളെ അവരുടെ പൂർവികരുടെ ഭൂമിയിൽ നിന്നും തൊഴിൽ ഇടങ്ങളിൽ നിന്നും അകറ്റുന്നതിനും കുടിയിറക്കുന്നതിനും ഇടയാക്കും. ആയതിനാൽ ഈ ബ്ലൂ എക്കോണമിയുടെ പ്രവർത്തനങ്ങൾ പ്രതികൂല പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിന് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ
പരമ്പരാഗത മത്സ്യത്തൊഴിലാളി സമൂഹങ്ങളെ ഉൾപ്പെടുത്താനും അവർക്ക് നഷ്ടപരിഹാരവും സുസ്ഥിരമായ ജീവിതോപാധി മാർഗം കണ്ടെത്താനും ഉള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സർ, കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ നയമനുസരിച്ച് ഖനനത്തിന്റെ പ്രശ്നമുണ്ട്. ബ്ലൂ എക്കോണമിയുടെ ഭാഗമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ മത്സ്യമേഖല നേരിടുന്നുണ്ട്. ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ എതിർപ്പ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായി ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ബ്ലൂ എക്കോണമിയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളെ നമ്മൾ ഒരുമിച്ച് കൂട്ടായ പരിശ്രമത്തിലൂടെ ചെറുത്ത് പരാജയപ്പെടുത്താൻ കഴിയത്തുള്ളൂ. എന്തായാലും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഈ കടല് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിനും തുറന്നു കൊടുക്കാൻ പാടില്ല, ഇത്തരത്തിലുള്ള ഒരു ചൂഷണം നടത്താൻ പാടില്ല. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷണത്തിനാണ് ഈ ഗവൺമെൻറ് മുൻകൈ കൊടുക്കുന്നത്. അൻവർ സാദത്ത്. സാർ, നമ്മുടെ കടലിൽ നിന്ന് മത്സ്യം കൊണ്ടുവന്ന് മാർക്കറ്റിലെത്തിക്കുന്നു. ആ മാർക്കറ്റിലെത്തിക്കുന്ന മത്സ്യങ്ങളെല്ലാം നമുക്കറിയാം സൈക്കിളിൽ, അതുപോലെ ബൈക്കിൽ, അതുപോലെ വഴിയോരത്തിരുന്ന് വിൽക്കുന്ന ഒത്തിരി തൊഴിലാളികൾ ഈ മേഖലയുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ നമ്മളുടെയൊക്കെ വീടുകളിലേക്ക് മത്സ്യം എത്തിക്കുന്നത്. ഇവർ പലവരും അപകടങ്ങൾ ഉണ്ടാകുന്നു, അപകട മരണങ്ങളുണ്ടാകുന്നു, പല പ്രശ്നങ്ങളുണ്ടാകുന്നു. സാർ ഈ ഇൻഷുറൻസ് പദ്ധതി ഈ തൊഴിലാളികൾ, കാരണം അവരാണ് ഇത് യഥാർത്ഥമായി ഇതിൻ്റെ ബിസിനസ്സിൻ്റെ എൻഡിലേക്ക് എത്തിക്കുന്നത്, ഇത് നമ്മുടെ വീടുകളിലേക്കും ഈ ബിസിനസ് ഏറ്റവും കൂടുതൽ നല്ലതിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അവരെയും കൂടി ഈ ഇൻഷുറൻസ് സ്കീമിൽ പെടുത്താൻ സാധിക്കുമോ എന്നാണ് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി വഴി നടപ്പാക്കുന്ന ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയിൽ അനുബന്ധ തൊഴിലാളികളും അംഗമാകാം. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗമാകുന്ന എല്ലാ തൊഴിലാളിക്കും അംഗമാകാം. അങ്ങ് ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. ഇതിൽ കുറേയേറെ തൊഴിലാളി, ഈ അനുബന്ധ തൊഴിലാളി, ഇപ്പോൾ ഈ പോകുന്ന അനുബന്ധ തൊഴിലാളികൾ പലരും അത് അംഗമാകാതെ വരുമ്പോൾ ഇത്ര അപകടപ്പെട്ടാൽ കാശ് കൊടുക്കാറില്ല. അതുകൊണ്ട് ഒറ്റ കാര്യം, നമ്മൾ കൂട്ടായി ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്, ആളുകളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇവരെ കൂടി മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗമാക്കി ഈ പ്രക്രിയ തുടരാൻ കഴിയും. അതിനുവേണ്ടി ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. ശ്രീ വി ജോയ്. സാർ, ഈ ചോദ്യത്തോട് അനുബന്ധമായിട്ടാണ്, ഈ അനുബന്ധ തൊഴിലാളികൾ അവരാണ് യഥാർത്ഥത്തിൽ ഈ മത്സ്യം ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തുന്നത് അവരാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കെങ്ങനെ ഒരു പ്രത്യേകിച്ച് ക്ഷേമനിധിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുമോ എന്നുള്ളതാണ്. സാർ, അനുബന്ധ തൊഴിലാളികളുടെ 27,431 പേർക്കാണ് ഇപ്പോൾ ഈ പ്രയോജനം ലഭിച്ചിട്ടുള്ളത്. കേരളത്തിലെ പീലിംഗ് തൊഴിലാളി, ചുമട്ട് തൊഴിലാളി, ഈ സൈക്കിളിൽ കൊണ്ടുവന്ന തൊഴിലാളി, മറ്റു രൂപത്തിലുള്ള പല രൂപത്തിൽ അനുബന്ധ തൊഴിലാളി, റോഡിൻ്റെ സൈഡിലൊക്കെ കച്ചവടം ചെയ്യുന്ന ആളുകൾ, ഇത്തരം ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ വരും. തീർച്ചയായിട്ടും അവർക്കൊരു പരിരക്ഷ, ആരോഗ്യ പരിരക്ഷയും ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്ന കാര്യത്തിൽ ഗവൺമെൻറ്റിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവരെ ക്ഷേമനിധിയിൽ അംഗങ്ങളാക്കിക്കൊണ്ട് ആ പ്രക്രിയ നമുക്ക് പൂർണ്ണമായി നടപ്പാക്കാനുള്ള പരിശ്രമത്തിലാണ് ഗവൺമെൻറ് ഏർപ്പെട്ടിട്ടുള്ളത്. ശ്രീ ജോബ് മൈക്കൽ. പരമ്പരാഗത ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ ക്ഷേമ പദ്ധതികൾ, അത് കായലിലും പുഴകളിലും മറ്റ് ജലാശയങ്ങളിലും മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികൾക്ക് ആവശ്യമായ പരിഗണന നൽകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അനുബന്ധ തൊഴിലാളികളിൽ ഇത് വരുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾ, അനുബന്ധ തൊഴിലാളികളായിട്ടുള്ളവരും പരമ്പരാഗതമായ മത്സ്യം പിടിക്കാൻ പോകുന്ന തൊഴിലാളികൾക്കും നമ്മുടെ ക്ഷേമനിധിയിൽ അംഗമാകാം. ഇവരെ ബോധവൽക്കരിച്ച് അംഗമാക്കുക എന്ന ഉത്തരവാദിത്വം ജനപ്രതിനിധികളായ നമ്മളെല്ലാവരും കൂടി കൂട്ടായി ചെയ്താൽ ഈ രണ്ട് സ്കീമിലും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. 20 ലക്ഷം രൂപയുടെ ഇൻഷുറൻസും ആരോഗ്യ പരിരക്ഷാ പദ്ധതിയിൽ അവർ ഉൾപ്പെടുത്താൻ പറ്റും. പീലിംഗ് തൊഴിലാളിയെ സംബന്ധിച്ച് ഞാനൊരു പ്രത്യേകമായിട്ട് പറഞ്ഞു, അവരെ അവശത അനുഭവിക്കുന്ന കൂടുതൽ സമയം തൊഴിൽ ചെയ്യുന്ന ആളുകളുടെ നിലയിൽ ഒരു പ്രത്യേക ആരോഗ്യ സുരക്ഷാ പദ്ധതി ഗവൺമെൻറ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. കാര്യം ഞാൻ പറയുകയും ചെയ്തു. ശ്രീ സി ആർ മഹേഷ്. സാർ, ചോദ്യോത്തരം നടക്കുമ്പോൾ അങ്ങോട്ടും കൊണ്ട് സംസാരിക്കരുത്. കഴിഞ്ഞ മാസത്തിൽ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനായി സർക്കാർ ആരംഭിച്ച സമ്പാദ്യ സമാശ്വാസ പദ്ധതി അവതാളത്തിലാണെന്നൊരു വാർത്തയുണ്ട്. സാർ, മത്സ്യത്തൊഴിലാളികളുടെ വിഹിതം കൃത്യമായി വാങ്ങുന്നതിൽ ഉദ്യോഗസ്ഥർ കാട്ടിയ അനാസ്ഥയാണ് കാരണമെന്ന് പറയുന്നു. സാർ, ആലപ്പാട് പഞ്ചായത്ത് മാത്രം 100 കണക്കിന് തൊഴിലാളികൾക്ക് ആദ്യ ഗഡു അടയ്ക്കാൻ കഴിയാതെ പോയി. സാർ, ഇത് പരിശോധിച്ച് മുഴുവൻ തൊഴിലാളികൾക്കും മത്സ്യത്തൊഴിലാളി സമ്പാദ്യ സമാശ്വാസ പദ്ധതി ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുക. സാർ, ഈ സമ്പാദ്യ സമാശ്വാസ പദ്ധതി ഇപ്പോൾ തകരാറിലായി എന്ന് പറയുന്നത് ശരിയല്ല. ആലപ്പാട്ടെ കേസ് പ്രത്യേകമായി ബഹുമാനപ്പെട്ട അങ്ങ് ഉന്നയിച്ചതുകൊണ്ട് ഞാൻ പരിശോധിക്കാൻ തയ്യാറാണ്. ആ കാര്യത്തിൽ ഗവൺമെൻറ് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അങ്ങ് അത് എഴുതി തന്നാൽ ഞാനത് പരിശോധിക്കാം. ചോദ്യം നമ്പർ 62 ശ്രീ പി വി ശ്രീനിജിൻ, ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി. സാർ, ഉണ്ട് 2006 ഏപ്രിൽ 1 ശേഷം ആരംഭിച്ച് പൂർത്തിയാകാത്ത പട്ടികവർഗ വിഭാഗങ്ങളുടെ ഭവന പൂർത്തീകരണവും പുനരുദ്ധാരണവും ലക്ഷ്യമിട്ടുകൊണ്ട് 2 ലക്ഷം രൂപ നിരക്കിൽ എസ്റ്റിമേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ധനസഹായം അനുവദിക്കുന്നതിന് സേഫ് പദ്ധതി നടപ്പാക്കി വരുന്നു. ബി,
22-23 സാമ്പത്തിക വർഷം 1500 വീടുകൾ സേഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആയതിൽ 764 വീടുകൾ പദ്ധതി പ്രകാരം പൂർത്തീകരിച്ചിട്ടുണ്ട്. 23-24 സാമ്പത്തിക വർഷം 3072 വീടുകളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നതിൽ 523 വീടുകൾ പദ്ധതി പ്രകാരം പൂർത്തീകരിച്ചിട്ടുണ്ട്. കൂടാതെ 24-25 സാമ്പത്തിക വർഷം ആദ്യഘട്ടത്തിൽ 3527 വീടുകളും അധികമായി 250 വീടുകളെയും സേഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുമതി നൽകിയിട്ടുണ്ട്. സർ ഭൂരഹിതരായ പട്ടികവർഗ കുടുംബങ്ങൾക്ക് വാസയോഗ്യവും കൃഷിയോഗ്യവുമായ ഭൂമി വിലയ്ക്ക് വാങ്ങി നൽകുന്ന ലാൻഡ് ബാങ്ക് പദ്ധതി, നിക്ഷിപ്ത വനഭൂമി വിതരണം, വനാവകാശ നിയമപ്രകാരമുള്ള ഭൂമി വിതരണം എന്നീ പദ്ധതികളുടെ ആദിവാസി പുനരധിവാസ വികസന മിഷൻ മുഖേന ഭൂരഹിതരായ പട്ടികവർഗ കുടുംബങ്ങൾക്ക് ഭൂമി നൽകുന്നുണ്ട്. കൂടാതെ റവന്യൂ ഭൂമി വിതരണത്തിലൂടെയും ഭൂരഹിതർക്ക് ഭൂമി ലഭ്യമാക്കുന്നു. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ലാൻഡ് ബാങ്ക് പദ്ധതി പ്രകാരം 260 പേർക്ക് 50.83 ഏക്കർ ഭൂമിയും, നിക്ഷിപ്ത വനഭൂമി വിതരണ പദ്ധതി പ്രകാരം 718 പേർക്ക് 243.80 ഏക്കർ ഭൂമിയും, വനാവകാശ നിയമപ്രകാരം 2843 പേർക്ക് 3945.86 ഏക്കർ ഭൂമിയും, റവന്യൂ ഫാം പ്രൊജക്ട് ഭൂമി വിതരണ പദ്ധതി പ്രകാരം 27 പേർക്ക് 20.98 ഏക്കർ ഭൂമിയും വിതരണം ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ആകെ 3848 പേർക്ക് 4261.47 ഏക്കർ ഭൂമിയാണ് സാർ വിതരണം ചെയ്തിട്ടുള്ളത്. ലാൻഡ് ബാങ്ക് പദ്ധതി പ്രകാരം വാങ്ങിയ 52.34 ഏക്കർ ഭൂമി കൂടി വിതരണം ചെയ്യുന്നതിനുള്ള നടപടി പദ്ധതി പ്രകാരം സ്റ്റേറ്റ് ലെവൽ എംപവർമെൻറ്റ് കമ്മിറ്റി അംഗീകരിച്ച് 6.99 ഏക്കർ ഭൂമി കൂടി വാങ്ങുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരുന്നു. ലാൻഡ് ബാങ്ക് പദ്ധതിക്കായി ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 27.88 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഈ പദ്ധതികൾ പ്രകാരം വിവിധ ജില്ലകളിൽ അനുവദിച്ച ഭൂമിയുടെ വിശദാംശം സർ അനുബന്ധമായി ഇവിടെ സൂചിപ്പിക്കുന്നു, വിശദീകരിക്കുന്നില്ല. ശ്രീ PV ശ്രീനിജിൻ. സർ, പട്ടികവർഗ വികസന വകുപ്പ് മുൻകാലങ്ങളിൽ അനുവദിച്ച നിരവധി ഭവനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ലൈഫ് പദ്ധതിയിൽ എടുത്ത നടപടികളൊന്ന് വിശദീകരിക്കാവോ? ലൈഫ് ഭവന പദ്ധതിയിൽ പൂർത്തീകരിക്കുന്നതിനെടുത്ത നടപടികൾ പട്ടികവർഗത്തിൽ. സാർ, നമ്മൾ ഈ ലൈഫ് ഭവന പദ്ധതിയിൽ അതിനു മുമ്പ് തന്നെ പൂർത്തീകരിക്കാത്ത വീടുകളുണ്ട് സാർ. അപ്പോൾ അത്തരം വീടുകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് 2 രീതിയിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഒന്ന്, ലൈഫ് പദ്ധതിയിലെ സേഫ് ഫണ്ടിൽ 2006 മുമ്പുള്ള സേഫ് ഫണ്ടിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിക്കാത്ത വീടുകൾ പൂർത്തീകരിച്ചു വരുന്നു. അതിനുശേഷം ഈ സൂചിപ്പിച്ചതുപോലെ സേഫ് പദ്ധതിയിലും പൂർത്തീകരിക്കാത്ത വീടുകൾ പൂർത്തീകരിച്ച് വരുന്നുണ്ട്. ഹെഡ്ഫോൺ വെച്ചോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ മിനിസ്റ്ററോട് ഇരിക്കുക. സർ, സർക്കാർ നടപ്പിലാക്കിയ സേഫ് പദ്ധതി ഏറെ ജനോപകാരപ്രദമായിരുന്നു. ഈ പദ്ധതിയിൽ കൂടുതൽ ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമോ? സാർ, ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൽ ആ കാര്യങ്ങളുണ്ട് സാറ്. അത് കൂടുതൽ ഗുണഭോക്താക്കളെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിൻ്റെ സേവനം ലഭ്യമാക്കുന്നതിനുള്ള നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. ശ്രീ K. N. ഉണ്ണികൃഷ്ണൻ. സാർ, ലാൻഡ് ബാങ്ക് പദ്ധതി വഴിയും പട്ടികവർഗ പുനരധിവാസ മേഖലകളിലും ഭൂമി വാങ്ങി അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നാളിതുവരെ സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കാമോ? മിനിസ്റ്റർ. സാർ, ലാൻഡ് ബാങ്ക് പദ്ധതി പ്രകാരം ഇപ്പോൾ കേരള സർക്കാരിൻ്റെ നയം എല്ലാവർക്കും ഭൂമി എന്നുള്ള ഒരു നയമാണ് സാർ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപ്രകാരം തിരുവനന്തപുരം ജില്ല പട്ടികവർഗ ഭൂരഹിതർ ഇല്ലാത്ത ജില്ലയായി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നല്ലോ. പട്ടികവർഗ ഭൂരഹിതർ ഇല്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുവാൻ സ്വീകരിച്ച നടപടി എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും ഭൂമിക്കും രേഖ എന്നതാണ് ഈ സർക്കാരിൻ്റെ നയം. ലാൻഡ് ബാങ്ക് പദ്ധതി നിക്ഷിപ്ത വനഭൂമി വിതരണം, റവന്യൂ ഭൂമി, ഫാം പ്രൊജക്ട് ഭൂമി വിതരണം എന്നിവയിലൂടെയും അതേപോലെ തന്നെ വനാവകാശ നിയമപ്രകാരമുള്ള പദ്ധതിയിലും ഉൾപ്പെടുത്തിയാണ് ഈ ഭൂമി ലഭിക്കാത്ത കുടുംബങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഇപ്പോൾ വകുപ്പ് സ്വീകരിച്ചു വരുന്നത്. ശ്രീ ലിൻഡോ ജോസഫ്. സാർ, ഭൂരഹിത പട്ടികവർഗക്കാരുടെ പുനരധിവാസം ഏറ്റവും ഫലപ്രദമായിട്ടാണ് നമ്മുടെ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സാറിൻ്റെ ചോദ്യം, വനാവകാശ നിയമപ്രകാരം എത്ര അപേക്ഷകൾ ഇനി തീർപ്പാക്കാനുണ്ട് എന്നും പ്രസ്തുത നിയമപ്രകാരം അനുവദിച്ച ഭൂമി റവന്യൂ വില്ലേജായി മാറ്റുന്നതിന് സ്വീകരിച്ച നടപടികൾ എന്തെല്ലാമെന്ന് വ്യക്തമാക്കാം. സാർ, വനാവകാശ നിയമപ്രകാരം
വ്യക്തിഗത അവകാശത്തിനാണെങ്കിൽ 2347 അപേക്ഷകളും സാമൂഹിക വനാവകാശത്തിനായി ലഭിച്ച 280 അപേക്ഷകളും വികസന അവകാശത്തിനായി ലഭിച്ച 81 അപേക്ഷകളും തീർപ്പ് കൽപ്പിക്കാനുണ്ട് സർ. അതോടൊപ്പം തന്നെ നമ്മുടെ ഗവൺമെൻറ് റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ താല്പര്യമെടുത്തുകൊണ്ട് ഇത്തരം രേഖ കൊടുത്ത രേഖ അവകാശം സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ 3/2/2025 ഒരു പുതിയ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് സാർ. അതായത് റവന്യൂ വില്ലേജുകളായി പരിവർത്തനം ചെയ്യുന്നതിന് ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീ എം എസ് അരുൺകുമാർ. സാർ, ലാൻഡ് ബാങ്ക് പദ്ധതി പ്രകാരം ഭൂമി വാങ്ങുന്നതിന് നിലവിലുള്ള മാനദണ്ഡങ്ങൾ പ്രകാരം ചുരുങ്ങിയത് 1 ഏക്കർ ഭൂമി വേണമെന്നുണ്ട്. എന്നാൽ സംസ്ഥാനമൊട്ടാകെ ഇത് നടപ്പിലാക്കാൻ പ്രായോഗികമായി സാധിക്കാത്ത സാഹചര്യമുണ്ട്. ഈ പ്രയാസം മറികടക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ചോദ്യം. സാർ, ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചത് ശരിയാണ് സാറ്. നമ്മളിപ്പോൾ ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി വാങ്ങി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഭൂമി അന്വേഷിക്കുമ്പോൾ 1 ഏക്കർ എങ്കിലും ഭൂമിയുള്ള ഗുണഭോക്താക്കളിൽ നിന്ന് മാത്രമേ നമുക്ക് ഭൂമി വാങ്ങാൻ സാധിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട MLAയുടെ ആലപ്പുഴ ജില്ല പോലെയുള്ള ജില്ലകളിൽ അത്തരം കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ പ്രയാസമാണ് സാർ. 1 ഏക്കർ ഭൂമിയുള്ള ആൾക്കാരെ കണ്ടുകിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഇളവ് അനുവദിക്കുന്ന കാര്യം വകുപ്പ് പരിശോധിച്ച് വരുന്നുണ്ട് സാർ. ശ്രീ AP അനിൽകുമാർ. സർ, വനാവകാശ നിയമം അനുസരിച്ച് ആദിവാസികൾക്ക് ലഭിക്കേണ്ട ഭൂമി നൽകുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുന്ന സാഹചര്യത്തിലാണ് വളരെയധികം ഭൂമി ഇന്ന് സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ്. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പോലും ഇന്ന് ഈ വനാവകാശ നിയമം മൂലം നൽകേണ്ട ഭൂമിയുണ്ട്. സാർ, ആ ഭൂമി അവർക്ക് തന്നെ നൽകാനുള്ള ശ്രമം ഗവൺമെൻറ് ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മുൻകാല ഗവൺമെൻറ് എടുത്തൊരു തീരുമാനമുണ്ട്. തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഭൂമിക്ക് പകരമായി ഗവൺമെൻറ് റവന്യൂ ലാൻഡ് നൽകുക എന്നുള്ളത്. സാർ, അത്തരത്തിൽ വനാവകാശ നിയമം അനുസരിച്ച് ആദിവാസികൾക്ക് ലഭിക്കേണ്ട പൂർണ്ണ ഭൂമി സ്വകാര്യ വ്യക്തികൾ കൈവശം വെച്ചിട്ടുള്ള ഭൂമി തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിന് പകരമായ റവന്യൂ ലാൻഡ് അവർക്ക് കൊടുക്കുവാനുള്ള എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? യെസ് മിനിസ്റ്റർ. സാർ, ഇപ്പോൾ കണക്ക് പ്രകാരം ഇനി പട്ടികവർഗ വിഭാഗത്തിന് കേരളത്തിൽ 5736 പേർക്കാണ് സാർ ഇനി ഭൂമി ലഭ്യമാക്കാനുള്ളത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ആദിവാസികളുടെ ഭൂമി, അന്യാധീനപ്പെട്ട ഭൂമി എന്ന നിലയ്ക്കും അതുപോലെ തന്നെ മറ്റ് സർക്കാർ ഭൂമിയൊക്കെ മറ്റ് വിവിധ ഏജൻസികളൊക്കെ തന്നെ കൈവശം വെച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിയമപരമായിട്ട് ഗവൺമെൻറ് നയപരമായിട്ടുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സാർ നമുക്ക് നടപടി സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ശ്രീ ജി സ്റ്റീഫൻ. സാർ, നിലവിൽ തിരുവനന്തപുരം ജില്ലയെ പട്ടികവർഗ ഭൂരഹിതർ ഇല്ലാത്ത ജില്ലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതേ നടപടിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ പട്ടികവർഗക്കാർക്ക് പൂർണ്ണമായും ഭൂമി ലഭിക്കുന്ന സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിനുള്ള എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് വിശദീകരിക്കാം. യെസ് മിനിസ്റ്റർ. സാർ, ഞാൻ സൂചിപ്പിച്ചു സാർ, ഇനി ശേഷിക്കുന്നത് ഞാൻ പറഞ്ഞു, ശേഷിക്കുന്ന കുടുംബങ്ങൾ 5736 കുടുംബങ്ങൾ മാത്രമാണ് ഇനി സാർ കേരളത്തിൽ പട്ടികവർഗത്തിലായിട്ട് ഭൂമി ലഭിക്കാനുള്ളത്. അപ്പോൾ അത്തരം ആൾക്കാർക്ക് ഏതായാലും ഈ ഗവൺമെൻറ് കാലത്ത് തന്നെ പൂർണ്ണമായിട്ട് ഭൂമി കൊടുത്ത് തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധകാല പരിശോധനയും നടപടികളുമാണ് സാർ സ്വീകരിച്ചു വരുന്നത്. ഇപ്പോൾ ശ്രീ അനൂപ് ജേക്കബ്. ശരി, പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് വിദേശ പഠന സഹായത്തിനും പുറത്തുള്ള വിദ്യാലയങ്ങളിലെ കോളേജുകളിലൊക്കെ പഠിക്കുന്നതിന് ധനസഹായം നൽകുന്നുണ്ട്. അതിന് വലിയ കാലതാമസം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതിന് ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നൊരു വിഷയമാണ്. അപ്പോൾ ഈ പഠന സഹായത്തിനുള്ള ഗഡുക്കളായിട്ടാണ് സാമ്പത്തിക സഹായം നൽകുന്നത്. അതിന് കാലതാമസം വരുന്നത് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. യെസ് മിനിസ്റ്റർ. സാർ, ഇപ്പോൾ ഒരു കാലതാമസം ഉണ്ടാകുന്നു എന്നുള്ളത് ഇവിടെ ചൂണ്ടിക്കാണിച്ച് ശരിയാണ് സാർ. ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവസാനം ഒന്നിച്ച് കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മളിപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാമ്പത്തിക വർഷം അവസാനമാകുമ്പോൾ ഒന്നിച്ച് കൊടുക്കുമ്പോൾ കുട്ടികൾക്കത് പ്രയോജനപ്പെടുന്നില്ല എന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അതേസമയത്ത് നമ്മൾ നേരത്തെ ഗഡുക്കളായിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബഹുമാനപ്പെട്ട MLAയുടെ ചൂണ്ടിക്കാണിച്ച് ശരിയാണ്. ആ കാര്യങ്ങൾ എങ്ങനെയാണ് ഈ പ്രയാസം ഒഴിവാക്കുന്ന കാര്യം ഇപ്പോൾ പരിശോധിച്ച് വരികയാണ് സാർ. യെസ് ശ്രീമതി ശാന്തകുമാരി. സാർ, ഭൂരഹിത ഭവനരഹിതരെ പുനരധിവസിക്കാനുള്ള സംസ്ഥാന ഗവൺമെൻറ് ഇനീഷ്യേറ്റീവിനെ അഭിനന്ദിക്കുകയാണ്. ഭൂരഹിതരായ പട്ടികവർഗ ജനവിഭാഗങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലാൻഡ് ബാങ്ക് എന്ന പദ്ധതി വളരെ ശ്രദ്ധേയമാണ്. സാർ, എൻ്റെ മണ്ഡലത്തിൽ
കരിമ്പ ഗ്രാമപഞ്ചായത്തിൽ തന്നെ കപ്പടം GLP സ്കൂളിന് സമീപത്തായി ഒരു എക്സാമ്പിൾ പറയണം, 42 അതുമായി ബന്ധപ്പെട്ട 42 കുടുംബങ്ങൾക്ക് 10 ഏക്കർ ഭൂമി എടുത്ത് ഭൂമി വിതരണം അതിൻ്റെ അന്തിമഘട്ടത്തിൽ നിൽക്കുകയാണ്. പക്ഷെ ഇങ്ങനെ ഭൂമി എടുത്ത് വിതരണം ചെയ്ത് ഭൂമി ഉടമസ്ഥരാകുമ്പോൾ മറ്റൊരു പ്രശ്നം ഉയരുന്നത് വീടില്ല എന്നുള്ളതാണ്. അതേസമയം ഇവിടെ നമ്മൾ ലൈഫ് പദ്ധതിയിൽ അവർ ഉൾപ്പെട്ടിട്ടുമില്ല. അങ്ങനെയുള്ള ഭവനരഹിതർ പിന്നീട് ഉണ്ടാവുകയാണ്. അവർക്ക് വേണ്ടി പ്രത്യേക പദ്ധതി ഗവൺമെൻറ് പ്രത്യേകമായി താല്പര്യമെടുത്ത് ചെയ്യാൻ താല്പര്യമെടുക്കുന്നു എന്നാണ് എൻ്റെ ചോദ്യം. സാർ, അങ്ങനെയുള്ള കുടുംബത്തിന് ഈ സെറ്റിൽമെൻറ്റ് എന്ന നിലയ്ക്ക് TRDM പ്രകാരം പ്രത്യേക ഒരു പദ്ധതി വകുപ്പ് നടപ്പാക്കി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു യൂണിറ്റായിട്ട് ഭൂമി എടുത്ത് കൊടുക്കുന്ന കുടുംബത്തിന് എല്ലാവർക്കും അവിടെ തന്നെ വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഇപ്പോൾ വകുപ്പ് നടപ്പാക്കി വരുന്നുണ്ട്. ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് നടപടി സ്വീകരിക്കാവുന്നതാണ്. അഡ്വക്കേറ്റ് ലത്തീഫ്. സർ, പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൻ്റെ ഫലമായി പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്ക് നഷ്ടപ്പെട്ട ഭവനങ്ങൾ നിർമ്മിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. അവർ അതിദരിദ്രരിൽപ്പെട്ടവരാണ്. അവരെ സഹായിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമോ എന്നാണ് ചോദ്യം. യെസ് സാർ, നമ്മൾ അങ്ങനെ പദ്ധതി അങ്ങനെ വെട്ടിക്കുറച്ചിട്ടില്ല. ഈ തവണ നമ്മൾ ഈ പദ്ധതി നടപ്പാക്കുന്നതിൽ ചില കാലതാമസങ്ങൾ നേരിടുന്നു എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയിൽ ചില പ്രയോറിറ്റി നിശ്ചയിച്ചു സാർ. അപ്പോൾ പ്രയോറിറ്റി നിശ്ചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ ആണിപ്പോൾ ഈ പദ്ധതി വേഗത്തിലാക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിച്ച് വരുന്നത്. അതേസമയത്ത് ഇവിടെ സൂചിപ്പിച്ച പോലെ ലൈഫ് ഭവന പദ്ധതിക്ക് നമ്മൾ വകുപ്പിൻ്റെ അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള പൂർണ്ണമായിട്ടുമുള്ള ഫണ്ട് നമ്മൾ അനുവദിച്ചു കഴിഞ്ഞു സാർ. യെസ്, ശ്രീ KM സച്ചിൻ ദേവ്. മലപ്പുറം ജില്ലയിലെ 570 ഭൂരഹിതരായ പട്ടിക വിഭാഗക്കാർക്ക് ഭൂമി വിതരണം ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടു. സമാനമായ നിലയിൽ മറ്റു ജില്ലകളിലും വേഗതയിൽ ഭൂമി വിതരണ നടപടി നടപ്പിലാക്കുമോ? കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പ്രത്യേകമായി എന്തെങ്കിലും വിവരങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിലുണ്ടോ? സാർ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ഞാൻ ഇപ്പോൾ ആവർത്തിച്ച് പറയുന്നത് 5736 കുടുംബങ്ങൾക്കാണ് ശേഷിക്കുന്നത് പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലൊക്കെ നമ്മൾ ഒരു പൂർണ്ണത കൈവരിക്കുകയാണ് സാർ. അതേപോലെ തന്നെ തിരുവനന്തപുരം ഒഴിച്ച് ബാക്കി ശേഷിക്കുന്ന 13 ജില്ലയിലും ഈ ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ എന്ന പദ്ധതിയിലും വനാവകാശ പ്രകാരവും അതേപോലെ തന്നെ ഈ ലാൻഡ് ബാങ്ക് പദ്ധതി പ്രകാരവും മെച്ചഭൂമി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഭൂമികളും കണ്ടെത്തി പൂർണ്ണമായും എല്ലാ കുടുംബത്തിനും ഭൂമി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യുദ്ധകാല നടപടി തന്നെയാണ് സാർ വകുപ്പ് സ്വീകരിച്ചു വരുന്നത്. ശ്രീ നജീബ് കാന്തപുരം. നിയോജകമണ്ഡലത്തിൽ 3 പട്ടികവർഗ കോളനികളുണ്ട്. ഇതിലെ പ്രധാന പ്രശ്നം പട്ടികവർഗ വിഭാഗങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയൊരു പ്രശ്നമുള്ളത് ഒറ്റപ്പെട്ട് താമസിക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ഇവർക്ക് ഭൂമിയില്ല എന്ന് മാത്രമല്ല, ഇനി ഭവനത്തിന് വേണ്ടി ഭൂമി ഉള്ളവർക്ക് തന്നെ ഭവന നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ ലൈഫ് പദ്ധതിയിൽ വെക്കുമ്പോൾ 4 ലക്ഷം രൂപ ഗഡുക്കളായിട്ടാണ് ലഭിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സർ, ഒരൊറ്റ പോയിന്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇവർക്ക് നിലവിലുള്ള വളരെ ചെറിയൊരു വീടായിരിക്കും. ആ വീട് പൂർണ്ണമായിട്ടും പൊളിച്ചതിന് ശേഷമായിരിക്കും അവർ വീട് നിർമ്മാണമാവുക. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവർക്കുള്ള വീടും നഷ്ടപ്പെട്ട് പൂർണ്ണ ഭവനരഹിതരായി മാറുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് 4 ലക്ഷം എന്നുള്ളത് വർദ്ധിപ്പിച്ച് അവർക്ക് ഭവന നിർമ്മാണത്തിന് ആവശ്യമായ തുകയായി അത് ഉയർത്താൻ സർക്കാരിന് താല്പര്യമുണ്ടോ? സാർ, നമ്മൾ പൊതുവേ ഈ പട്ടികവർഗ വിഭാഗത്തിന് 6 ലക്ഷം രൂപ എന്ന നിരക്കിൽ തന്നെ ആണ് സാർ ഇപ്പോൾ കൊടുത്തു വരുന്നത്. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ സ്കാറ്റേഡായിട്ട് ചില വീടുകൾ നമ്മുടെ മണ്ഡലങ്ങളിലും ജില്ലകളിലൊക്കെ ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. അപ്പോൾ വളരെ റിമോട്ട് ഏരിയയിലൊക്കെ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് നമുക്ക് കൺവീനിയൻസ് ചാർജായിട്ട് നമുക്ക് അധിക തുക അനുവദിച്ചുകൊണ്ട് അവരുടെ വീടൊക്കെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലവിൽ നമുക്ക് അതിൻ്റെ നിയമസാധുതയുണ്ട് സാർ. ആ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. യെസ്, ശ്രീ മാത്യു ടി തോമസ്. സർ, ഈ നവംബർ മാസം 1-ാം തീയതിയോടുകൂടി അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 60,000-ത്തിലധികം കുടുംബങ്ങളെ തിരഞ്ഞെടുത്തതിൽ എത്ര പട്ടികവർഗ കുടുംബങ്ങളുണ്ട്, പട്ടികജാതി കുടുംബങ്ങളുണ്ട്, അവരെ അതിദരിദ്ര ഗണത്തിൽ നിന്ന് ഉയർത്തുവാൻ വേണ്ടി എടുത്തിരിക്കുന്ന നടപടികളെ സംബന്ധിച്ച് ഒന്ന് സൂചിപ്പിക്കാം. യെസ് മിനിസ്റ്റർ. സാർ, അത് സംബന്ധിച്ച് അതിദരിദ്രരെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള കണക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല സാർ. പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ
അതിദരിദ്രമില്ലാത്ത കേരളം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ 3 തവണ അതിൻ്റെ മീറ്റിംഗ് കൂടി കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച് അത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിച്ചു വരുന്നു. ഈ കൃത്യമായിട്ടുള്ള കണക്ക് ഇവിടെ എടുത്തിട്ടില്ല സാർ. ജനീഷ് കുമാർ സർ, അങ്ങ് തന്നെ നേരിട്ടെത്തി മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഗവി വനാന്തരങ്ങളിൽ അലഞ്ഞു നടക്കുന്ന വനവാസി സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ. അങ്ങ് തന്നെ മുൻകൈയെടുത്ത് അവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി പദ്ധതി തയ്യാറാക്കിയിരുന്നു. വൈദ്യുതി വകുപ്പ് ഇപ്പോൾ 4 ഏക്കർ ഭൂമി പട്ടികവർഗ വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. ആ ഭൂമിയിൽ വീട് നിർമ്മിച്ചു നൽകുന്നതിനാവശ്യമായ നടപടികൾ വേഗത്തിൽ സ്വീകരിക്കാൻ കഴിയുമോ സാർ? അത് സാർ, ഇവിടെ ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ച പ്രദേശം ഞാൻ നേരത്തെ തന്നെ മന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ സന്ദർശിച്ച് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതിൽ ഈ കാലതാമസം നേരിട്ടത് അവർ താമസിക്കുന്ന ഭൂമി നമ്മുടെ വൈദ്യുതി വകുപ്പിൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു ഭൂമി എന്ന നിലയ്ക്ക് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വരുന്നതിനുള്ള കാലതാമസമാണ് നേരിട്ടിട്ടുള്ളത്. ആ പൂർത്തീകരിച്ച സ്ഥിതിക്ക് വകുപ്പിൻ്റെ TRD പദ്ധതി പ്രകാരം ആ ഉന്നതി ഒരു യൂണിറ്റായിട്ട് എടുത്തുകൊണ്ട് അവിടെ നമുക്ക് എത്രയും പെട്ടെന്ന് അവർക്ക് വീട് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കാം. ശ്രീ KP മോഹനൻ. സർ, കണ്ണൂർ ജില്ലയിലെ കണ്ണവം കോളനിയിൽ എൻ്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ടവിടുന്ന് ഒരു യുവതിയെ ഏകദേശം 40 ദിവസത്തോളമായി കാണാതായിട്ട്. പട്ടികജാതി വർഗത്തിൽപ്പെട്ടവരാണ് അവർ ഒരു കുടിലാണ് താമസിക്കുന്നത്. കാണാതായിട്ട് ഇത് ഇങ്ങനെ കാണാതായ യുവതിയെ ഇതുവരെ കണ്ടു കിട്ടിയിട്ടുമില്ല, എവിടെയാണെന്ന് പോലും അറിയില്ല. പക്ഷേ ഇതിന് ഒരു സംവിധാനം എന്ന് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ആരെങ്കിലും കാണാതായാലൊക്കെ തന്നെ അവരെവിടെ പോയി എന്ന് കാണാൻ CCTV ക്യാമറകളുണ്ട് സാർ. ആ CCTV ക്യാമറകൾ ഇത്തരം കോളനികൾ സ്ഥാപിക്കാൻ നമുക്ക് സോളാർ ലൈറ്റ് ഉപയോഗിച്ച് ചെയ്യാം, സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം. CCTV ക്യാമറകൾ സ്ഥാപിക്കുമോ കോളനി പട്ടികജാതി? സാർ, ആ കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചിട്ട് ഈ പറയുന്ന കാര്യം ശരിയാണ്. പിന്നെ ഇവിടെ കുട്ടിയെ കാണാതായ കാര്യം ബഹുമാനപ്പെട്ട MLA തന്നെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവിടെ തന്നെ ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് MLAയുടെ സാന്നിധ്യത്തിൽ തന്നെ പരിശോധനയും മറ്റു കാര്യങ്ങളൊക്കെ ആഴ്ചകളായി നടത്തിയെങ്കിലും നമുക്ക് ഈ സഹോദരിയെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ കോളനികളിലും ഈ CC ക്യാമറ വെക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് മാത്രമേ സാർ പറയാൻ സാധിക്കൂ. ചോദ്യം നമ്പർ 63 ശ്രീ CC മുകുന്ദൻ, ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം സാംസ്കാരിക വിഭജനകാര്യ വകുപ്പ് മന്ത്രി. സാർ, ഉണ്ട്. സംസ്ഥാന മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം കേരളത്തിൻ്റെ ഓഫ്ഷോർ മേഖലയിൽ കേന്ദ്ര ഏജൻസിയായ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പഠനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയുക്തമാകുന്ന മണൽ നിക്ഷേപമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച 2002 ഓഫ്ഷോർ ഏരിയാസ് മിനറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ആക്ടിലെ വ്യവസ്ഥകളെ അടിസ്ഥാനമാക്കി പ്രസ്തുത ധാതുവിഭവങ്ങളെന്ന ബ്ലോക്കുകൾ ലേലം ചെയ്യുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. മണൽ ബ്ലോക്ക് ഓപ്ഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ പരിഗണിക്കുന്ന കൊല്ലം മേഖലയിലെ 3 ബ്ലോക്കുകളിലും കൂടി ഏകദേശം 300 ദശലക്ഷം ടൺ മണൽ നിക്ഷേപമുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ മേഖലയിൽ സമുദ്രത്തിന് ഏകദേശം 48 മീറ്റർ മുതൽ 62 മീറ്റർ വരെ ആഴമുള്ളതാണ്. മേൽപ്പറഞ്ഞ ആക്ടിൽ 2023 വരുത്തിയ ഭേദഗതിയിലൂടെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഖനന മേഖല തുറന്നു നൽകിയിരിക്കുകയാണ്. കടൽ ഖനനം ഏറെ സാമ്പത്തിക മുതൽ മുടക്കും സാങ്കേതിക പിൻബലവും ആവശ്യമുള്ള മേഖലയാണ്. ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് തീർച്ചയായും വൻകിട കുത്തക കമ്പനികളായിരിക്കും. വൻകിട കമ്പനികളുടെ ലാഭത്തിനായി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ജീവസന്ധാരണ മാർഗവും സാധാരണ ജനങ്ങളുടെ പോഷക സ്രോതസ്സും ഇല്ലാതാക്കുന്നത് തീരപ്രദേശത്ത് അരക്ഷിതാവസ്ഥയ്ക്ക് കാരണമാകും എന്ന കാര്യം സംശയമില്ല. പ്രസ്തുത വിഷയം സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ ആശങ്കകളും വിയോജിപ്പും നമ്മുടെ വകുപ്പ് കൃത്യമായി കേന്ദ്ര സർക്കാരിനെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ മേശപ്പുറത്ത് വെച്ചാൽ. ശ്രീ CC മുകുന്ദൻ. സാർ, ആഴക്കടൽ ഖനനം മത്സ്യലഭ്യതയെ വലിയ തോതിൽ ബാധിക്കുമെന്ന സാഹചര്യത്തിൽ 10 ലക്ഷത്തിലധികം വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനവും വരുമാനവും നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതോടൊപ്പം രാജ്യത്തിൻ്റെ കയറ്റുമതിയും വിദേശ നാണയ ശേഖരത്തിനും കുറവ് വരുത്തുമെന്നുള്ള സാഹചര്യം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? സർ, കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് മാത്രമല്ല, ബന്ധപ്പെട്ട ആളുകളുമായി ഈ കാര്യം ചർച്ച ചെയ്ത് ഒരു യോജിച്ച മൂവ്മെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നല്ല പരിശ്രമം ഗവൺമെന്റ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആഴക്കടൽ ഖനനം സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് എതിർക്കുന്ന സാഹചര്യത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും കാരണമാകുന്നതിലുള്ള സാധ്യത കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്. ശ്രീ K വിജയൻ. ആഴക്കടൽ ഖനനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രി തൻ്റെ മറുപടിയിൽ കേരള ഗവൺമെൻറ് എടുത്ത നിലപാടുകൾ
സൂചിപ്പിക്കുകയുണ്ടായി. മത്സ്യത്തൊഴിലാളിയുടെ കാര്യത്തിലേറെ ശ്രദ്ധ പതിപ്പിക്കുന്ന മന്ത്രി എന്ന നിലക്ക് അദ്ദേഹം ആ കാര്യം വളരെ വേഗതയിലെടുത്താൽ എനിക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിരുന്നു. സാർ, എൻ്റെ ചോദ്യം, നമുക്ക് ഇത്രയേറെ ആശങ്ക മത്സ്യത്തൊഴിലാളികൾക്കും കേരളത്തിലെ മത്സ്യസമ്പത്ത് ഉപയോഗിക്കുന്ന ജനങ്ങളും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെ ഈ നിയമസഭ നമുക്ക് ഈ വിഷയം നമ്മുടെ വികാരം അറിയിക്കാൻ ഒരു പ്രമേയം എടുത്തുകൂടെ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? മിനിസ്റ്റർ, പ്ലീസ് ക്രോസ് ചെയ്ത് സംസാരിക്കല്ലേ. എന്താണിത്? സർ, ഗവൺമെൻറ് അത് ആലോചിക്കുന്നു. ശ്രീ GS ജയലാൽ. സർ, ഈ കടൽമണൽ ഖനനം കൂടുതൽ നടക്കുന്ന ഇന്തോനേഷ്യയായിരുന്നു സുനാമി ദുരന്തത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്നുള്ളത് നമ്മൾ മറക്കണ്ട സർ. സർ, ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ മത്സ്യപ്രജനന കേന്ദ്രമായ കൊല്ലം ബാങ്ക് മേഖലയിൽ ഖനനം ആരംഭിക്കുന്നതിന് മുമ്പായി ഭാവി കാലത്തെ ലഭ്യത സംബന്ധിച്ച ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ? ആ ആശങ്ക ജനങ്ങളിലുണ്ട് സർ. അത് വ്യക്തതയോടുകൂടി ബോധ്യപ്പെടുത്തിയാൽ ഈ പ്രതിഷേധത്തിൻ്റെ വല്ലാത്ത പ്രതിഷേധമാണ് നാട്ടിലുണ്ടാകുന്നത്. ഇത്തരം പഠനങ്ങൾ കൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് സർ. സർ, ഇതിനകത്തൊരു കാര്യം, 2002 ഓഫ്ഷോർ ഏരിയാസ് മിനറൽ ആക്ടിലെ മാനദണ്ഡങ്ങളും വ്യവസ്ഥകളും അവയിൽ 2023 വരുത്തിയ ഭേദഗതികളും സംസ്ഥാനങ്ങളുടെ താൽപ്പര്യങ്ങൾ പൂർണ്ണമായും കണക്കിലെടുത്തിട്ടില്ല. സർ, രണ്ടാമത്തെ പ്രശ്നം, ധാതു സമ്പത്തിന്റെ ഖനനത്തിലൂടെ റോയൽറ്റി പൂർണ്ണമായി കേന്ദ്ര സർക്കാരിനുള്ളതാണെന്നു ഈ നിയമം വരും സെക്ഷൻ 16. അതുപോലെ തന്നെ സ്വകാര്യ മേഖലയ്ക്ക് ഖനന സഹായം അല്ലെങ്കിൽ പങ്കാളിത്തം നൽകുന്ന ഒരു പ്രശ്നമായി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. സർ, ഈ അടിസ്ഥാനത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത ബുദ്ധിമുട്ടുകൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന ഒരു ഖനനമാണ് എന്നതുകൊണ്ട് അവരുടെ സുരക്ഷിതത്വത്തിന് ഉറപ്പില്ലാത്ത ഒരു വിഷയമായതുകൊണ്ട് അതിശക്തമായ നിലപാട് സംസ്ഥാനം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിനെ LDF UDF ഒന്നുമില്ല, എല്ലാവരും യോജിച്ച് കേന്ദ്ര ഗവൺമെൻറ് ഈ നിലപാടിനെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് വരണമെന്ന് തന്നെയാണ് ഗവൺമെൻറ് നിലപാട്. CT ടൈസൺ മാസ്റ്റർ. സർ, കേന്ദ്ര സർക്കാരിൻ്റെ ന്യൂ ബ്ലൂ എക്കോണമി നയത്തിൻ്റെ ഭാഗമായി കടൽ മണൽ ഖനനം മൂലം ഇല്ലാതാകുന്ന മത്സ്യോൽപാദന നഷ്ടവും അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷ, തീരശോഷണം, തൊഴിൽ നഷ്ടം, ഇതൊക്കെ സംസ്ഥാന സർക്കാർ പ്രത്യേകമായി കണക്കാക്കിയിട്ടുണ്ടോ? അതിന് പരിഹാരം എന്താണ് ഇപ്പോൾ നിർദ്ദേശിക്കാനുള്ളതെന്ന് വ്യക്തമാക്കാമോ? അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ പ്രദേശത്തുള്ള കടൽ ഖനനം നമ്മുടെ നാട്ടിലെ കടൽ കായൽ മത്സ്യബന്ധന മേഖലയെ പൂർണ്ണമായും ഇല്ലാതാക്കും. അതുപോലെ തന്നെ അനുബന്ധ സൗകര്യങ്ങൾക്കും തീരക്കടലെത്തുന്ന നിരവധി കപ്പലുകൾ, ബോട്ടുകൾ എന്നിവ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളിയുടെ തൊഴിലിടങ്ങൾ നഷ്ടപ്പെടുന്നതിന് ഹേതുവാകുന്ന കാരണങ്ങൾ വരുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ധാരണ ഗവൺമെൻറ്റുണ്ട്. ആ ധാരണ കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ ഉറച്ച നിലപാടാണ് സംസ്ഥാന ഗവൺമെൻറ്റുള്ളത്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളിയുടെ ഒപ്പമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എന്ന് ആവർത്തിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മാത്യു കോയൽനാടൻ. സർ, അങ്ങ് ഈ കടലിൽ ഖനനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾക്കും പ്രദേശത്തിനും ഉണ്ടാകുന്ന വലിയ വിഷയങ്ങളെക്കുറിച്ച് പരാമർശിച്ചു. അങ്ങ് ഒരു മത്സ്യ മേഖലയുടെ മന്ത്രി കൂടിയാണല്ലോ. എന്നാൽ കേന്ദ്ര സർക്കാർ ഇത് കൊണ്ടുവന്ന് നമ്മൾ എതിർക്കുന്നു. ഇപ്പോൾ നിലവിൽ ആലപ്പുഴ തോട്ടപ്പള്ളി സ്പില്ലുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ എൻവയറമെൻ്റൽ ക്ലിയറൻസോ മൈനിങ് പ്ലാനോ മറ്റ് സാങ്കേതികമായ ഒരു പരിജ്ഞാനവും നടപടികളുമില്ലാതെ 55 ലക്ഷം മെട്രിക് ടൺ മണൽ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി. അങ്ങ് മന്ത്രി എന്ന നിലയിൽ അതിനെതിരെ ഒരു കമാന്നൊരു അക്ഷരം അങ്ങയുടെ എന്തുകൊണ്ട് ആ കാര്യത്തിൽ സർക്കാർ നിലപാട് സ്വീകരിക്കുന്നില്ല? ഈ മൂവാറ്റുപുഴ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. ഈ ആലപ്പുഴയെ പറ്റി അത്ര വലിയ പിടിയില്ല. 2018 ഏറ്റവും വലിയ പ്രളയം ബാധിച്ച ഒരു സ്ഥലമാണ് പത്തനംതിട്ട, ആലപ്പുഴ ജില്ലയുടെ പ്രദേശങ്ങൾ. ആ 2018 പ്രളയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം തോട്ടപ്പള്ളിയിലെ അടിഞ്ഞുകൂടിയ മണൽ മാറ്റാതിരുന്നതാണ് കാരണമെന്ന് കണ്ടെത്തി പഠനത്തിലൂടെ. ആ കണ്ടെത്തിയതിൻ്റെ ഭാഗമായി 2015 ശേഷം അടിഞ്ഞുകൂടിയ മണൽ മാറ്റി തുടങ്ങി. ആ അടിഞ്ഞുകൂടിയ മണൽ മാറ്റാതെ ഞങ്ങളുടെ നാട്ടിലെ ആൾക്ക് ജീവിക്കാൻ കഴിയില്ല, കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല, അപ്പർ കുട്ടനാട്ടിലെ ഓണാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. ഈ വസ്തുത നിങ്ങൾ നേർക്കുന്നത്, നിങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങൾക്കെതിരായിട്ടാണ് സംസാരിക്കുന്നത്. ഇനി അത് പറയരുത്. ഞങ്ങളല്ലാതെ തോട്ടപ്പള്ളി ഭാഗത്തുനിന്ന് ഒരനധികൃത ഖനനം നടത്തിയിട്ടില്ല, ഒരനധികൃത ഖനനത്തിനും ഞങ്ങളുടെ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ല. ഇതാണ് വസ്തുത. ഡോക്ടർ സുജിത് വിജയൻ പിള്ള. സർ, നിലവിൽ തന്നെ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും മത്സ്യബന്ധന മേഖല വലിയ പ്രതിസന്ധിയിലൂടെ നേരിടുന്നത്. മത്സ്യലഭ്യതയുടെ കുറവ്, അതുപോലെ ഡീസലിൻ്റെ വില അടിക്കടി കൂടുന്നതൊക്കെ ബന്ധപ്പെട്ട് ഇത് ലാഭകരമല്ലാത്തൊരു വ്യവസായമായി മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഈ കടൽ ഖനനം വരുന്നത്. ഇത് മത്സ്യബന്ധന മേഖലയെ സമഗ്രമായി തന്നെ ബാധിക്കും. ഇതിൽ ഏതെങ്കിലും പഠനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? സർ, നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാരപരിധി 12 നോട്ടിക്ക് മേലുള്ളതാണ്. ഇത് 12 നോട്ടിക്കൽ മൈൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഖനനം പ്രഖ്യാപിച്ചിട്ടുള്ളത്. 30 നോട്ടിക്കൽ മൈൽ വരെയാണ്. 12 ശേഷം
16 മുതൽ 30 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പരിസ്ഥിതിയിൽ നമ്മുടെ അധികാര പരിധിയിൽ വരാത്തത് കൊണ്ട് അവിടെ പര്യവേഷണം നടത്താൻ പറ്റില്ല, അല്ലെ അവിടെ പഠനം നടത്താൻ കഴിയില്ല. എന്നാൽ ഈ പ്രശ്നത്തെ സംബന്ധിച്ച് നമ്മളെ എങ്ങനെ ബാധിക്കും എന്നതിനെ സംബന്ധിച്ച് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചു. നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം തകർക്കുന്ന അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയം എന്ന നിലയിൽ നമ്മൾ ഗൗരവമായി പ്രശ്നം എടുക്കുന്നു. അത് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്തി കഴിഞ്ഞു. വേണ്ടി വന്നാൽ മത്സ്യത്തൊഴിലാളികളെ യോജിപ്പിച്ചുകൊണ്ട് എല്ലാവരും കൂടി ചേർന്നുള്ള പ്രക്ഷോഭത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ഒരു കാരണവശാലും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള കൊല്ലം അടക്കമുള്ള പ്രദേശത്തെ ഈ ഖനനം അനുവദിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല എന്ന് വ്യക്തമായി നിയമസഭ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സർ, അങ്ങ് നേരത്തെ പറഞ്ഞ കാര്യത്തിൽ വസ്തുതാപരമായ ഒരു വ്യത്യാസമുണ്ടോ എന്ന് അങ്ങ് തന്നെ അത് പരിശോധിക്കണം. സർ, തോട്ടപ്പള്ളി സ്പിൽവേയിലെ കരിമണൽ ഖനനം ചെയ്യാത്തത് കൊണ്ടാണ് ഓണാട്ടുകര ഭാഗത്ത് വെള്ളം പോകുന്നതെന്നാണ് അങ്ങ് പറഞ്ഞത്. സർ, ഓണാട്ടുകര ഭാഗത്ത് വെള്ളം പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടെ നമ്മളുടെ വേമ്പനാട്ട് കായലിൽ അതിൻ്റെ ഡെപ്ത് കൂടാത്തത്, അവിടെയാണ് ഖനനം നടക്കേണ്ടത്. അതിൻ്റെ പേര് പറഞ്ഞ് ഇവിടെ തോട്ടപ്പള്ളി ഭാഗത്ത് നിന്ന് കരിമണൽ ഖനനം ചെയ്യുന്നതിന് വേണ്ടി ഒരു വളഞ്ഞ വഴിയായിട്ട് എടുക്കുന്നത് ശരിയല്ല എന്നുള്ള കാര്യം ഞാൻ അങ്ങേ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അങ്ങ് അതിലും ചേരും എന്ന് ഞാൻ കരുതുകയാണ്. സാർ, ഇവിടെ പ്രധാനപ്പെട്ട ഈ സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൻ്റെ നയമെന്താണ്? കരിമണൽ ഖനനം സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെൻറ് എടുക്കുന്ന നയമെന്താണ് എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നം. ആ നയം കൃത്യമായി പറയാൻ അങ്ങ് ഈ സഭയോട് ബഹുമാനം കാണിക്കുന്നു. ഈ അങ്ങ് കരിമണൽ ഖനനവും തോട്ടപ്പള്ളി ഖനനവും രണ്ടാണ്. അങ്ങ് വളരെ പരിണതപ്രജ്ഞനായ ഒരു, ഞാൻ പറയട്ടെ, എന്റെ MLA അങ്ങ് വളരെ പരിണതപ്രജ്ഞനായ ഒരു ജനപ്രതിനിധിയാണ്. യഥാർത്ഥത്തിൽ 2018 ശേഷം ഈ തോട്ടപ്പള്ളിയിലെ സ്പിൽവേയിലേക്ക് വരുന്ന വെള്ളം, അവിടുത്തെ അടിഞ്ഞുകൂടിയ മണൽ മാറ്റിയതിന് ശേഷമാണ് വെള്ളപ്പൊക്കത്തിൽ നിന്ന് 19 മുതൽ 25 വരെയുള്ള കാലത്ത് ഞങ്ങൾ രക്ഷപ്പെട്ടത്. അത് ഓണാട്ടുകര മാത്രമല്ല, അപ്പർ കുട്ടനാട്, പത്തനംതിട്ട അടക്കമുള്ള മലയോര മേഖല ഉൾപ്പെടെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ കാരണം ഇത് പൊഴി ഒഴിച്ചിട്ട്. ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ, ഈ പൊഴിയെന്നല്ലാതെ ഒരു നുള്ള് കരിമണൽ അവിടുന്ന് ഗവൺമെന്റ് എടുത്തു എന്ന് അങ്ങേക്ക് തെളിയിക്കാമോ? ഞാൻ അങ്ങോട്ട് വെല്ലുവിളിക്കുകയാണ്. സാർ, അത് ഡിമാൻഡ് ചർച്ച ചെയ്തോ? സാർ, 2002 ഓഫ് ഷോർ ഏരിയാസ് മിനറൽ ആക്ടിന്റെ ഭേദഗതിയിലൂടെ കടൽ ഖനനത്തിന് കേന്ദ്ര ഗവൺമെന്റ് സ്വകാര്യ മേഖല പങ്കാളിത്തം കൊണ്ടുവന്നിരിക്കുകയാണ്. എൻ്റെ മണ്ഡലമായ അമ്പലപ്പുഴ മുതൽ വർക്കല വരെ ഇപ്പോൾ ടെൻഡറിലേക്ക് പോവുകയാണ്. ഇവിടെ 2 അംഗങ്ങൾ, മൂവാറ്റുപുഴ അംഗവും ബഹുമാനപ്പെട്ട തിരുവഞ്ചൂരും, അദ്ദേഹം ഇവിടെ തോട്ടപ്പള്ളിയെ കുറിച്ചിട്ട് പറഞ്ഞൊരു കാര്യം വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. സാർ, തോട്ടപ്പള്ളി സ്പിൽവേ 320 മീറ്റർ വീതിയാണ്. പണ്ട് പൊഴി തുറന്നുകൊണ്ടിരുന്നത് 60 മീറ്റർ മാത്രമായിരുന്നു. ഈ പ്രളയത്തിന്റെ സന്ദർഭത്തിൽ സയന്റിഫിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തോട്ടപ്പള്ളി വീതി പൂർണ്ണമായി അതേ വീതിയിൽ തന്നെ പൊഴി മുറിക്കണം എന്നൊരു തീരുമാനം കൈക്കൊള്ളുകയും അതിന്റെ ഭാഗമായി കിഴക്കൻ വെള്ളം സമുദ്രത്തിലേക്ക് കടത്തിവിടാൻ കഴിയുന്ന നിലയിലേക്ക് വന്നൊരു കാര്യമാണ്. അല്ല സാർ, ഞാൻ പറഞ്ഞത് ഈ കേന്ദ്രത്തിന്റെ കടലിന്റെ അടിത്തട്ടിലെ ധാതു ഖനനത്തെയും ഇതുമായി ഒരുമിച്ച് ചേർത്ത് വെച്ച് പറയുകയാണ്, തെറ്റായി പറയുകയാണ്. ആ പൊഴിമുഖത്തെ ആ മണ്ണ് മാറ്റുന്നതും കടലിന്റെ അടിത്തട്ടിലെ ഖനനവും തമ്മിൽ ഒരുപോലെ അവതരിപ്പിക്കപ്പെടുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് സാർ, ഞാൻ പറയുന്ന കാര്യം, കടലിന്റെ അടിത്തട്ടിലെ ഖനനം മൂലം ഏതെല്ലാം മത്സ്യ ഇനങ്ങൾക്ക് ഈ പ്രയാസം ഉണ്ടാക്കും എന്നുള്ളതാണ് എന്റെ ചോദ്യം. സാർ, ഇതിന്റെ പ്രശ്നം കേന്ദ്ര സർക്കാർ പുതിയ നിയമനിർമ്മാണ പ്രകാരം നടത്താൻ ഉദ്ദേശിച്ച കടലിന്റെ അടിത്തട്ടിലെ ധാതു ഖനനം ടെറിട്ടോറിയൽ മേഖല, പ്രത്യേക സാമ്പത്തിക മേഖല, ആഴക്കടൽ മേഖല എന്നിവിടങ്ങളാണ് നടക്കുന്നത്. ഈ പ്രദേശത്തുള്ള കടൽ ഖനനം കേരള തീരത്തിൽ ലഭ്യമായ കരിക്കാടി, സാൻ ലോബ്സ്റ്റർ, കലവ, പല്ലിക്കോര, പൂവാലൻ, പുല്ലൻ ചെമ്മീൻ, ചാള, അയില, നെത്തോലി, കണവ, കൂന്തൽ തുടങ്ങിയ കയറ്റുമതി പ്രാധാന്യവും ആഭ്യന്തര ഉപയോഗത്തിൽ പ്രധാനപ്പെട്ടതുമായ മത്സ്യങ്ങളുടെ ലഭ്യതയെ കാര്യമായി ബാധിക്കും, കുറവുണ്ടാകുമെന്ന് തന്നെയാണ് ഗവൺമെന്റ് വിലയിരുത്തുന്നത്. ശ്രീമതി ദലീമ. സർ, കേന്ദ്ര സർക്കാരിൻ്റെ ആഴക്കടൽ തീരക്കടൽ മണൽ ഖനനം മൂലം ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വലിയ അപകടത്തിലാകുവാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. മത്സ്യത്തൊഴിലാളിയുടെ ജീവിതം, ഞാൻ പറഞ്ഞല്ലോ, മത്സ്യത്തൊഴിലാളിയുടെ ജീവിതം അപകടത്തിലേക്ക് പോകുന്നുള്ളതിന്റെ കാരണമാണല്ലോ ഈ പ്രദേശത്തുള്ള കടൽ ഖനനം നമ്മുടെ നാട്ടിലെ കടൽ, കായൽ, മത്സ്യബന്ധന മേഖല ഗുരുതരമായി ബാധിക്കും. സാർ, അതിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളിയുടെ ജീവിതം നേരിട്ട് അപകടത്തിലാക്കുന്നില്ലെങ്കിലും മത്സ്യബന്ധനത്തിൽ കുറവ് വരുന്നതിലൂടെ അവരുടെ വരുമാനത്തിൽ ഗണ്യമായ പ്രയാസങ്ങൾ, പ്രത്യാഘാതം ഉണ്ടാവും. അവരുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കും. കടൽ ഖനനത്തിനും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി എത്തുന്ന കൂറ്റൻ കപ്പലുകളും ബോട്ടുകളും മത്സ്യബന്ധന യാനങ്ങളുടെ സഞ്ചാരത്തിന് തടസ്സം സൃഷ്ടിക്കുകയും മത്സ്യബന്ധനത്തിന് അസൗകര്യം സൃഷ്ടിക്കുകയും തീരക്കടലിൽ പ്രവർത്തിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ യാനങ്ങളുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുകയും
മത്സ്യത്തൊഴിലാളിയുടെ തൊഴിലിടങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിന് ഹേതുവാകും. അടിത്തട്ടിലെ ധാതുകരണം കടലിനെയും ഉൾനാടൻ ജലാശയങ്ങളുടെയും മത്സ്യ ഉൽപ്പാദനം ഗണ്യമായി കുറയാൻ കാരണമാകും. താരതമ്യേന വില കുറഞ്ഞ മാംസ്യ സ്രോതസ്സായ മത്സ്യത്തിൻ്റെ ലഭ്യതക്കുറവ് പൊതുജന ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കും. അടിഞ്ഞുകൂടിയ വിഷവാതകങ്ങളെ സ്വതന്ത്രമാക്കുന്നതിന് ഇടയാക്കുന്നു. ഇത് കടൽ ജലത്തിൻ്റെ മലിനീകരണത്തിനും അതുപോലെ മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ വ്യാപകമായ നാശത്തിനും കാരണമാകും. അങ്ങനെ മൊത്തത്തിൽ മത്സ്യമേഖലയെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് എന്ന് ഗവൺമെൻറ് കാണുന്നു. തോമസ് സാർ, അങ്ങ് പറഞ്ഞതുപോലെ ഈ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനമുണ്ട് സാർ. മത്സ്യമില്ലാതെ എങ്ങനെ മത്സ്യം പിടിക്കാനൊക്കെ സാർ. അതുകൊണ്ട് വേമ്പനാട്ട് കായലിൽ അതിനുള്ളൊരു സംവിധാനം ഒരുക്കുവാൻ, കാരണം വളരെ ബുദ്ധിമുട്ടാണ്. ഈ പറയപ്പെട്ട രീതിയിൽ മത്സ്യം ലഭിക്കുന്നില്ല, മത്സ്യത്തിന് വളർച്ചയില്ല, പ്രത്യേകിച്ച് പോള കയറി ഒരുപാട് തെങ്ങി വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇതിന് ഒരു അടിസ്ഥാന സൗകര്യം ഒരുക്കാനായിട്ടുള്ള നടപടി സ്വീകരിക്കുമോ? കാരണം ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും അതെ സാർ, സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ വേമ്പനാട് കായലിൻ്റെ നവീകരണത്തിന് വേണ്ടിയുള്ള പണം വെച്ചിട്ടുണ്ട്. ഒരു ജനകീയ പ്രസ്ഥാനമാക്കിയെടുത്ത് വേമ്പനാട്ട് കായലിനെ നവീകരിക്കുന്നതിന് എല്ലാ വകുപ്പുകളും ഏകോപിച്ചുള്ള ഒരു പ്രവർത്തനത്തിന് ഗവൺമെന്റ് മുൻകൈ എടുക്കുന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചോദ്യം നമ്പർ 64 ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി. സാർ, ജലവിഭവ വകുപ്പിന് കീഴിലുള്ള അണക്കെട്ടുകളും മറ്റ് ജലസേചന നിർമ്മിതികളും അതിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതിയാണ് ഇറിഗേഷൻ ടൂറിസം പദ്ധതി. ഈ പദ്ധതിയിലൂടെ പൊതുജനങ്ങൾക്ക് കൂടുതൽ ഗുണമേന്മയുള്ള ടൂറിസം സൗകര്യങ്ങൾ നൽകുന്നതിനും സർക്കാരിലേക്ക് കൂടുതൽ വരുമാനം ലഭ്യമാക്കുകയും അതിൻ്റെ വരുമാനം ഉപയോഗിച്ച് ആസ്തികളുടെ സൗന്ദര്യവൽക്കരണവും അറ്റകുറ്റപ്പണി നടത്താനും സാധിക്കും. ജലവിഭവത്തിന് കീഴിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സ്ഥിരമായ വരുമാന മാർഗ്ഗങ്ങൾ എന്ന നിലയിൽ മികച്ച വിജയം നേടിയതിൻ്റെ അടിസ്ഥാനത്തിലും വകുപ്പിന് കീഴിലുള്ള അണക്കെട്ടുകളും അനുബന്ധ സംവിധാനവും കേന്ദ്രീകരിച്ചുള്ള ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തും. അതിൻ്റെ ഭാഗമായി പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ എറണാകുളം ജില്ലയിലെ പുതുത്താങ്കെട്ട് ബാരേജിൽ 25.41 കോടി രൂപയുടെയും പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴ ഡാമിൽ 161 കോടി രൂപയ്ക്കും ഇറിഗേഷൻ ടൂറിസം പദ്ധതി നടപ്പിലാക്കാനുള്ള സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിച്ചു വരുന്നു. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. സർ, ഇറിഗേഷൻ ടൂറിസം നയം ആവിഷ്കരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും അഭിനന്ദനാർഹവും നമ്മുടെ സംസ്ഥാനത്തെ ടൂറിസം മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടുമാകും. ഈ രംഗത്ത് സാധ്യതയുള്ള എല്ലായിടത്തും സ്വകാര്യ സംരംഭകരെ കൂടി ഭാഗഭാക്കാക്കിക്കൊണ്ട് PPP മോഡലിൽ ബൃഹത്തായ രൂപത്തിൽ സംസ്ഥാനത്ത് ഇറിഗേഷൻ ടൂറിസം നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും ഇറിഗേഷൻ ടൂറിസവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ള PPP മോഡലിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് തടസ്സമില്ല. അത് ഇറിഗേഷൻ വക സ്ഥലവും അനുബന്ധ സൗകര്യങ്ങളെയും പ്രയോജനപ്പെടുത്തിയാണ് നടപ്പിലാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ നിലയിൽ പരിശോധന നടത്തി ഏത് പ്രോജക്റ്റാണ് അവിടെ എടുക്കാൻ കഴിയുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾക്ക് ശേഷം അത് PPP മോഡലിൽ നടത്തുന്നതിനുള്ള യാതൊരു തടസ്സവുമില്ല. അങ്ങനെ തന്നെ നടത്താനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള ഡാമുകളോടനുബന്ധിച്ച് നമ്മുടെ മലങ്കരയിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഉദ്യാനങ്ങൾ എല്ലായിടത്തും സ്ഥാപിക്കാനായിട്ടും അവിടെ ലൈറ്റ് ഷോ അടക്കം സഞ്ചാരികളെ ആകർഷിക്കത്തക്ക നിലയിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് എല്ലാ ഡാമുകളോടും അനുബന്ധിച്ച് ഇറിഗേഷൻ ടൂറിസം പ്രോത്സാഹിപ്പിക്കുകയും ഉദ്യാനങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമോ? നിലവിൽ ഇറിഗേഷൻ വക ഡാം, റിസർവയർ, ബാരേജുകൾ എന്നിവയുടെ പരിസരങ്ങളിൽ ടൂറിസം സംബന്ധമായിട്ട് നടത്തേണ്ട പ്രവർത്തനങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ബുദ്ധിമുട്ടില്ല. പൂത്താൻകെട്ടും അതുപോലെ തന്നെ കാഞ്ഞിരപ്പുഴയും ഇപ്പം ഡാമിനോടനുബന്ധമായിട്ടാണ് നിലവിൽ എടുത്തിട്ടുള്ള പദ്ധതികളും ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഇത്തരം സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഉതകുന്ന ഏതെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ അതായത് MLA മാർ അക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അവിടെ ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് ഈ വ്യാപകമായി ഇറിഗേഷൻ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള പദ്ധതികൾ വിവിധ തലങ്ങളിൽ ചെറുതും വലുതുമായി നടപ്പിലാക്കി പെട്ടെന്ന് ജനങ്ങൾക്ക് പ്രയോജനകരമാക്കുന്ന നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. ശ്രീ ജോബ് മൈക്കൽ. സാർ, ചങ്ങനാശ്ശേരി നിയോജകമണ്ഡലത്തിലെ AC റോഡ് നമുക്കറിയാം. ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡ് ഏകദേശം 700 കോടി രൂപ അധികം മുടക്കി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡിലെ AC കനാലിന് അഭിമുഖമായി യാത്രക്കാരെ ആകർഷിക്കും വിധം വിവിധ ടൂറിസം പദ്ധതി ഉൾപ്പെടുത്തി മണക്കച്ചിറ ടൂറിസം ഒന്ന് യാഥാർത്ഥ്യമാക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ചങ്ങനാശ്ശേരി ആലപ്പുഴ AC റോഡും AC കനാലും ഏറ്റവും പ്രധാനപ്പെട്ട സൗന്ദര്യകരമായി ഏറ്റവും മനോഹരമായൊരു പ്രദേശമാണ്. അവിടെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനാണ് ഈ മണക്കച്ചിറ ടൂറിസം, അത് DTPC ആണ്, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാണ് അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്.
അതിനാവശ്യമായ എല്ലാ സഹായവും സാങ്കേതികപരമായിട്ട് ഇറിഗേഷൻ വകുപ്പ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം അതിൻ്റെ പോളകളും അനുബന്ധ സൗകര്യങ്ങളെല്ലാം മാറ്റപ്പെടുത്തി അത് മെച്ചപ്പെടുത്താനും അത് വിപുലീകരിക്കുന്നതിനാവശ്യമായി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി കൂടിയാലോചിച്ചുകൊണ്ട് ഇറിഗേഷൻ വകുപ്പിന് സാധ്യമായ എല്ലാ കാര്യങ്ങളും അതിനുവേണ്ടി ചെയ്യും. അതിനാവശ്യമായ നടപടികളെ ഒരുമിച്ച് പോകാൻ ടൂറിസം വകുപ്പ് മന്ത്രിയുമായിട്ട് ആലോചിച്ച് ഭാവി പരിപാടികൾ ആവിഷ്കരിക്കാവുന്നതാണ്. ശ്രീ പ്രമോദ് നാരായൺ. സർ, ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യമായി നിലയ്ക്കൽ നേരിട്ട് കുടിവെള്ളം എത്തിക്കാൻ തീർത്ത ബൃഹത്തായ സംഭരണികളോട് ചേർന്ന് ചെറുവള്ളിക്കാവ് ക്ഷേത്രത്തിനും ഗോശാലയ്ക്കും സമീപം തീർത്ഥാടകർക്കായി ഭക്ഷണശാലയ്ക്കും താമസ സൗകര്യത്തിനും സൗകര്യമൊരുക്കുന്നതിനും വനത്തിന്റെ നടുവിൽ ജലസംഭരണിയുടെ ഹൃദയഹാരിയായ ദൃശ്യാനുഭവം തീർക്കുന്ന മണിയാർ ടൂറിസം പദ്ധതിക്ക് ടൂറിസം വകുപ്പിന് ആവശ്യമായ പിന്തുണ നൽകുന്നതിനും നടപടി സ്വീകരിക്കുമോ എന്നതാണ് ചോദ്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിൽ നിലയ്ക്കൽ കുടിവെള്ളം എത്തി എന്നുള്ളതാണ്. ഇക്കാലം എത്രയും അതിനുള്ള സൗകര്യമില്ലായിരുന്നു. ആദ്യമായിട്ടാണ് ശബരിമലയിൽ കുടിവെള്ളം എത്തുന്നത്. വർഷം തോറും ഏതാണ്ട് 4.25 കോടി രൂപ ടാങ്കർ ലോറിയിൽ വെള്ളം അടിച്ചിരുന്ന സ്ഥലത്ത് നിലയ്ക്കൽ വരെ കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ പത്തനംതിട്ടയിലെ നിലയ്ക്കൽ ബേസ് ക്യാമ്പിലുള്ള പള്ളിയറക്കാവ്, ഗോശാല, BSNL എന്നിവിടങ്ങളിലെ ജലവിതരണ ഘടകങ്ങൾ അവിടെയാണ് സംഭരണം നടത്തുന്നത്. അതിനോടനുബന്ധമായി ഏതാണ്ട് ഗസ്റ്റ് ഹൗസ് പോലെ തന്നെ 60ഓളം റൂമുകൾ നമുക്ക് നൽകാനായിട്ട് കഴിയും. അതോടൊപ്പം തന്നെ ഭക്ഷണശാല, അനുബന്ധ സൗകര്യങ്ങൾ ഇതെല്ലാം തന്നെയും ഈ വരുന്ന മാർച്ച് ഏപ്രിൽ മാസത്തോടുകൂടി പൂർത്തീകരിക്കാൻ കഴിയും. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനായ മുഖ്യമന്ത്രി നിലയ്ക്കൽ വന്ന് നിർവഹിക്കുന്നതായിരിക്കും. ഡോക്ടർ ജയരാജ്. സർ, ഇറിഗേഷൻ മേഖലയിൽ വളരെ നൂതനമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന പ്രിയപ്പെട്ട മന്ത്രിയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഈ കാഞ്ഞിരപ്പള്ളി കരിമ്പ് കയത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജലോത്സവം നടത്തിയ സ്ഥലമാണ്. ബഹുമാനപ്പെട്ട മന്ത്രി നേരിട്ട് വന്ന് ഇവിടെ കാണുകയും ചെയ്തതാണ്. അപ്പോൾ അവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ച് നവീന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ഇപ്പോൾ തികയില്ല. അപ്പോൾ അത് പൂർത്തീകരിച്ച് ഈ കരിമ്പ് കയത്ത് പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന മേഖലയാണ് കാഞ്ഞിരപ്പള്ളിയിലെ കരിമ്പ് കയൻ ടൂറിസം പദ്ധതി. അത് വിജയപ്രദമായി നടപ്പാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കരിമ്പുകയം ടൂറിസം പദ്ധതി നടപ്പിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ 1.25 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അനുബന്ധമായി പണം കണ്ടെത്തേണ്ടതുണ്ട്. അതിനെ നമുക്ക് എങ്ങനെയാണ് വിപുലീകരിക്കാൻ പറ്റുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. അത് ഏറ്റെടുക്കാൻ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ പഞ്ചായത്തോ ഗ്രാമപഞ്ചായത്തോ എല്ലാം തയ്യാറാവുകയാണെങ്കിൽ അവരുമായും കൂടെ സഹകരിച്ചുകൊണ്ട് ഒരു പദ്ധതി നടപ്പിലാക്കാനും വർഷം തോറും നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നടന്നു വന്നിരുന്ന വള്ളംകളി ഉൾപ്പെടെ അവിടെ പുനർജീവിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ടോ എന്നും പരിശോധിക്കാം. ഏതായാലും കരിമ്പുകയൻ ടൂറിസം പദ്ധതി ഇറിഗേഷൻ ടൂറിസത്തിൻ്റെ ഭാഗമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമായ എല്ലാ കാര്യങ്ങളും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള സഹായം ഉണ്ടാവും. ശ്രീ സജീവ് ജോസഫ്. കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ പഞ്ചായത്തിലെ ചമതച്ചാലിൽ അവിടെ പണിതീർത്തിട്ടുള്ള റെഗുലേറ്റർ കം ബ്രിഡ്ജ്, അതിനോടനുബന്ധിച്ചുള്ള ജലസംഭരണി വളരെ മനോഹരമായ ഒരു ഭൂപ്രദേശമാണ്. ഈ സ്ഥലത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഈ ജലസംഭരണി ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, പരിസര പ്രദേശങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉല്ലാസ ബോട്ടുകൾ ഉൾപ്പെടെയുള്ള ടൂറിസം പദ്ധതികൾ അവിടെ ആരംഭിക്കാൻ സാധിക്കുമോ? അതിന് പ്രത്യേകമായ പദ്ധതി ആവിഷ്കരിക്കുമോ? MLA സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് സാധ്യമാകുന്ന തലത്തിൽ അത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുമെങ്കിൽ അത്തരം കാര്യങ്ങൾ ആലോചിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാം. നിയമസഭയിൽ ഉന്നയിച്ച സ്ഥിതിക്ക് ഇതിൻ്റെ സാധ്യതാ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി MLAയുമായി ഒരു ആലോചനാ യോഗം വളരെ താമസിയാതെ ഈ അസംബ്ലി സീസണിൽ തന്നെ നടത്തുന്നതായിരിക്കും. ചോദ്യം നമ്പർ 65 ശ്രീ N. ഷംസുദ്ദീൻ, ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി. സർ, ചോദ്യം നമ്പർ 65 പരിശോധിച്ചിട്ടുണ്ട്. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് ഒന്നിലധികം കാരണങ്ങളുണ്ട്. വന്യമൃഗ ഇടനാഴികളുടെയും വനമേഖലയുടെയും ശുചീകരണം, കാലാവസ്ഥാ വ്യതിയാനം, മാലിന്യ നിക്ഷേപം, കാട്ടുതീ, വനമേഖലയിലെ അശാസ്ത്രീയമായ ടൂറിസം പ്രവർത്തനങ്ങൾ, റോഡ് നിർമ്മാണം, ജനസാന്ദ്രത, വനമേഖലയിൽ ജലവസ്തുവിൻ്റെയും ആഹാരത്തിൻ്റെയും ലഭ്യതക്കുറവ്, തെറ്റായ ഭൂവിനിയോഗം, വനമേഖലയോട് ചേർന്ന് കൊടുക്കുന്ന ഭൂപ്രദേശങ്ങളിലെ കൃഷിരീതി, അവയുടെ കിടപ്പും കളകളുടെ ആധിക്യവും, വന്യമൃഗങ്ങളെ ആകർഷിക്കാൻ ഭക്ഷണപദാർത്ഥങ്ങൾ നൽകുന്ന വന്യമേഖലയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അനധികൃത ഫാമുകൾ, പരിപാലിക്കാത്ത തോട്ടങ്ങൾ തുടങ്ങിയ വിവിധ കാരണങ്ങളാലാണ് വന്യമൃഗങ്ങൾ ജനമേഖലയിലേക്ക് കടന്നു വരുന്നത്. സ്വീകരിച്ചിട്ടുണ്ട്. സാർ, അത് കുറച്ചധികം ഉണ്ട്. അല്ല, ഒരു മിനിറ്റ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ എന്ന പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി 1434 കുളങ്ങൾ, 574 വയലുകൾ, വാട്ടർ ഹോഴ്സ് തുടങ്ങി
308ഓളം മറ്റിതര ജലസ്രോതസ്സുകൾ നിർമ്മിക്കാൻ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള 21 പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പോകുന്നത്. സാമ്പത്തിക ലഭ്യത ഉറപ്പുവരുത്തുന്ന വിധത്തിലുള്ള ബജറ്റ് പ്രഖ്യാപനമാണ് ഈ പ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. ആ സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ഇത്തരം വന്യമൃഗ ആക്രമണത്തിൽ നിന്നും മലയോര മേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കാനാവശ്യമായ ഊർജിതമായ ശ്രമങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ്. സർ, ഇവിടെ മന്ത്രി സ്ഥിരം പറയുന്ന മറുപടികളാണ് സർ പറഞ്ഞത്. കേരളത്തിലെ വന്യജീവി ആക്രമണത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എത്ര ഭീതിതമാണ് എന്ന് ഞങ്ങൾ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഓരോ ദിവസവും കേരളത്തിൽ വന്യജീവി ആക്രമണം ഉണ്ടാകുന്നു, ആളുകൾ കൊല്ലപ്പെടുന്നു. വനം വകുപ്പ് ഇതേപോലെ പദ്ധതികൾ എന്ന് പറഞ്ഞിരിക്കുകയാണ് സർ. ഇവിടെ ഇപ്പോൾ അവസാനമായിട്ട് വയനാട് ഒരു തോട്ടം തൊഴിലാളിയായ സഹോദരിയെ കടുവ ജീവനോടെ കടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് ഭക്ഷിക്കുന്ന വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു സീൻ നമ്മൾ കാണണ്ടായി. ഒറ്റ ചോദ്യം എനിക്കുള്ളൂ സാർ, അങ്ങയുടെ പാർട്ടിക്കാർക്ക് അവസരം നഷ്ടപ്പെടും. ഈ കടുവയുടെ സാന്നിധ്യം വനം വകുപ്പിന് കണ്ടെത്താൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ഇപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഒരു പ്രദേശത്തുണ്ടെങ്കിൽ അത് വനം വകുപ്പിന് കണ്ടെത്താനുള്ള ക്യാമറയുണ്ട്. എന്തുകൊണ്ടാണ് വയനാട്ടിലെ കടുവയുടെ സാന്നിധ്യം? ഒരു തോട്ടം തൊഴിലാളി അവിടെ പോകുന്നുണ്ട്, ആ പോണതിന് മുമ്പ് പറയാമായിരുന്നു അവിടെ കടുവയുടെ സാന്നിധ്യം ഉണ്ടെന്ന്. ആ കാര്യത്തിൽ എന്ത് വീഴ്ച ആർക്കാണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഈ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയാതെ പോയത് എന്നതാണ് എൻ്റെ ചോദ്യം. കടുവയുടെ സാന്നിധ്യം എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല? അതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതിയല്ലേ? അല്ല അങ്ങയോടല്ല, അങ്ങയുടെ ചോദ്യത്തോടുമല്ല, സ്പീക്കറുടെ ഒരു ഇതിന് പറഞ്ഞതാണ്. അത് വളരെ നിസ്സാരമായി ഗവൺമെൻറ് കാണുന്നു എന്ന പരാമർശം ഖേദകരമാണ്. 2, സർ, ക്യാമറകൾ പ്രവർത്തിക്കുന്നത് ക്യാമറയുടെ ഏരിയയിൽ വരുമ്പോൾ മാത്രമേ ക്യാമറയിൽ പെടുള്ളൂ. കാടിനെ മൊത്തം ക്യാമറ നിരീക്ഷണത്തിൽ പെടുത്താൻ സാധിക്കില്ല. കാരണം ക്യാമറയുടെ താഴെ പച്ചപ്പുകൾ വരും. ആ പച്ചപ്പുകളും ചെറുകാടുകളുടെയും ഇടയിലാണ് ഇത്തരം വന്യമൃഗങ്ങൾ വന്നു ചേരുന്നത്. അപ്പോൾ പുൽപ്പരപ്പാണ് മിക്കവാറും ക്യാമറകളിലൂടെ കാണുന്നത്. അത് കേരളത്തിൻ്റെ വനമേഖലയുടെയും ഭൂപ്രദേശത്തിൻ്റെയും സവിശേഷതയാണ്. അപ്പോൾ ഉൾക്കാടുകളിലേക്ക് കൂടി നിരീക്ഷണം നടത്താൻ കഴിയുന്ന വിധത്തിലുള്ള മാൻ പവർ കൂടി ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ അത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയൂ. ആ കാര്യത്തിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഞാൻ അങ്ങേക്ക് ഉറപ്പ് നൽകുന്നു. പലപ്പോഴും ഇത്തരം വന്യജീവികളെ കണ്ടാൽ അവയെ വെടിവെക്കാൻ വനം വകുപ്പ് അനുമതി കൊടുക്കാറില്ല. അതിന് വിവിധ കമ്മിറ്റികൾ ചേരണമെന്നാണ് പറയാറ്. എന്നാൽ ഈ വയനാട്ട് കേസിൽ പ്രതിഷേധമൊക്കെ ഉണ്ടായപ്പോൾ മന്ത്രി പറഞ്ഞു വെടിവെക്കാൻ ഉത്തരവിട്ടു. അപ്പോൾ നല്ല കാര്യം തന്നെ വെടിവെക്കാൻ ഉത്തരവിട്ടത്. പക്ഷെ വെടിവെക്കേണ്ടി വന്നില്ല, അവസാനം കടുവ ചാവുകയാണ് ഉണ്ടായത്. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ വെടിവെക്കാൻ ഉത്തരവിടാമെങ്കിൽ കേരളത്തിൽ പലപ്പോഴും വന്യജീവികളെ കാണുമ്പോൾ വളരെ കൂടുതൽ അക്രമകാരികളായ ആനയൊക്കെ കാണുമ്പോൾ വെടിവെക്കാനുള്ള ഉത്തരവിന് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ വെടിവെക്കാനുള്ള ഉത്തരവ് വയനാട് മോഡൽ എവിടെ വന്യജീവികളെ കണ്ടാലും വനം വകുപ്പിന് കൊടുക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. അങ്ങേപ്പോലെ പരിചയമുള്ളൊരു മെമ്പർ ഇങ്ങനെ ചോദിക്കുന്ന കഷ്ടമാണ്. കാരണം വെടിവെക്കാനുള്ള നടപടികൾ നേരത്തെ കാലതാമസമുണ്ടായിരുന്നു. ആ കാലതാമസത്തിന് കാരണം പല നിയമങ്ങളാണ്. പക്ഷേ ഇപ്പോൾ താങ്കൾ ഈ ഒരു 1-2 മാസം അല്ലെങ്കിൽ 6 മാസത്തിനിടയിൽ കാലതാമസമുണ്ടായ ഏതെങ്കിലും ഒരു സംഭവം ചൂണ്ടിക്കാണിച്ചാൽ ആ കാലതാമസത്തിന് ഉത്തരവാദികളുടെ പേരിൽ നടപടിയെടുക്കുന്നതാണ്. ശ്രീ KP മജീദ്. ശ്രീ വന്യമൃഗ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? അത് തടയുന്നതിനാവശ്യമായ ഫിനാൻസിങ് മറ്റ് പരിപാടികൾക്കും ആവശ്യമായ ഫണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിലുണ്ടോ? എന്നത്തേക്ക് ഇത്തരം കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പറയാമോ? സർ, വന്യജീവികളുടെ ആക്രമണം തടയുന്നതിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് അത് എന്നത്തേക്ക് പൂർണ്ണമായി തടയാൻ കഴിയും എന്നൊരു ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. എന്നാൽ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്തവണത്തെ കേരള ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ ആവശ്യമായ തുക അനുവദിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ നബാർഡിൻ്റെയും കേന്ദ്ര കൃഷി വികാസ് യോജനയുടെ അടിസ്ഥാനത്തിൽ കൃഷി വകുപ്പുമായും ആലോചിച്ചും ഇത്തരം കാര്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. ഈ പദ്ധതികൾ 1.5 വർഷത്തിനിടയിൽ പൂർത്തിയാകും. ശ്രീ എന്നെ നെല്ലിക്കുന്ന്. സർ, വന്യമൃഗങ്ങളുടെ ശല്യം ധാരാളമുള്ള ജില്ലയാണ് കാസർഗോഡ്. അവിടെ കേരളത്തിൽ ഈ ഫോറസ്റ്റ് സ്റ്റേഷൻ ഇല്ലാത്ത ഏക ജില്ല കാസർഗോഡാണ്. അത് സ്ഥാപിക്കാൻ നടപടികൾ സ്വീകരിക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം. സർ, ഫോറസ്റ്റ് സ്റ്റേഷനുകളുടെയും ആവശ്യമായ മാൻ പവറിൻ്റെയും അപര്യാപ്തത ഉണ്ട് എന്നുള്ളത് ശരിയാണ്. 20
ഫോറസ്റ്റ് സ്റ്റേഷനുകളെങ്കിലും അടിയന്തരമായി സ്ഥാപിക്കണമെന്നൊരു പ്രപ്പോസൽ ബഹുമാനപ്പെട്ട ധനവകുപ്പിൻ്റെ പരിഗണനയിലേക്ക് അയച്ചിട്ടുണ്ട്. അതിൽ സഭയുടെ ഒരു വികാരം മാനിച്ച് ഒരു 10 എണ്ണമെങ്കിലും അനുവദിച്ച് തന്നാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ അനുവദിക്കുന്ന ഘട്ടത്തിൽ ഞാൻ നേരത്തെ സഭയ്ക്ക് ഉറപ്പ് നൽകിയതാണ്, ആദ്യത്തെ പരിഗണന കാസർഗോഡ് ജില്ലക്കായിരിക്കും. ടി വി ഇബ്രാഹിം. സർ, ഇന്നിപ്പോൾ ഈ സഭയിലേക്ക് വരുമ്പോഴും വയനാട് മനു എന്ന് പറയുന്ന ഒരാളെ ആന കൊന്നിട്ടുണ്ട്. അയാളുടെ ഭാര്യയെ കാണാനില്ല, ഭാര്യയെ തെരഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യന്മാരെ മാത്രമല്ല കൊല്ലുന്നത്, അതേസമയം തന്നെ വ്യാപകമായ കൃഷിനാശം. ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടുപ്രദേശത്ത് പോലും പന്നികൾ കയറുന്നു, കുരങ്ങന്മാർ വന്നിട്ട് തേങ്ങ ഇട്ട് കൊണ്ടുപോകുന്നു. ഇങ്ങനെ വ്യാപകമായ കൃഷിനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് എന്ത് പരിഹാരമാണ് സർ ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യാൻ പോകുന്നത്? സർ, അതാണ് നിരവധി കാരണങ്ങളുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു. പക്ഷേ അങ്ങ് തന്നെ ഇവിടെ വ്യക്തമാക്കിയത് ഉൾക്കാടിനകത്ത് പോയി കാണാതായവരുടെ പ്രശ്നമാണ്. കാട്ടിനകത്തേക്ക് പോകുന്നത് എന്ത് തരത്തിലായിരിക്കുമെന്ന് അങ്ങേക്കറിയാമല്ലോ. പക്ഷേ ഞാൻ അതിലേക്ക് പോകില്ല. അങ്ങനെ സംഭവിച്ചെങ്കിലും സർക്കാർ നൽകേണ്ട എല്ലാ ആനുകൂല്യങ്ങളും അതിൻ്റെ ശരിതെറ്റുകൾ നോക്കാതെ നൽകണമെന്ന നിർദ്ദേശമാണ് ഇന്ന് കൊടുത്തിട്ടുള്ളത്.